അപ്പോൾ എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുസ്തകലോകം പരിപാടിയുടെ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് സമരനായിക CK ജാനുവിൻ്റെ ആത്മകഥയായ അടിമ മക്കയാണ്. ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ സമര ചരിത്രത്തിലെ ധീരോദാത്തമായ ഒരു അധ്യായമാണ് CK ജാനുവിൻ്റെ ജീവിതം. ജാനു തൃശ്ശിലേരി, വയനാട് ജില്ലയിലെ ചേക്കാട് കരിയപ്പൻ്റെയും വെളിച്ചിയുടെയും അഞ്ചാമത്തെ അഞ്ച് മക്കളിൽ രണ്ടാമതായി പിറന്നു. 15-ാം വയസ്സിൽ CPM അംഗമായി 1987 ആദിവാസി വികസന സമിതി രൂപവൽക്കരിച്ചു. സാക്ഷരതാ ക്ലാസ്സുകളിലൂടെ അക്ഷരം പഠിച്ച് സ്വയം അവബോധമുണ്ടാക്കിയിട്ടാണ് പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നത്. അമ്പുകുത്തിയിൽ ആദ്യ സമരം 1994, അത് കഴിഞ്ഞ് ജയിൽവാസം, അത് കഴിഞ്ഞ് എത്രയോ ആദിവാസി ഭൂസമരങ്ങൾക്ക് നേതൃത്വം നൽകി. ബത്തേരിക്കടുത്ത ചീങ്ങേരി, പനവല്ലി, കുണ്ടള, തമിഴ്നാട്ടിലെ തുവൈപ്പതി, സുഗന്ധഗിരി, ആറളം സമരങ്ങൾ, ജയിൽവാസം, ഭീകരമായ മർദ്ദനങ്ങൾ, പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങി. 96 സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാരം. 2001 101 ദിവസം നീണ്ടു നിൽക്കുന്ന കുടിൽക്കെട്ടി സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ. AK ആന്റണി സർക്കാരുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് സർക്കാർ ലംഘിച്ചതിനെ തുടർന്നാണ് 2003 ജനുവരിയിൽ മുത്തങ്ങയിൽ വലിയ സമരത്തിന് നേതൃത്വം നൽകിയത്. അത് ഫെബ്രുവരി 19-ാം തീയതി വെടിവെപ്പിനും ഒരു പോലീസുകാരൻ്റെയും ആദിവാസിയുടെയും മരണത്തിൽ കലാശിച്ചു. തുടർന്നുണ്ടായ വലിയ വംശീയ ഹത്യ, അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മഹാസഭയും ആദിവാസി ഗോത്ര മഹാസഭയും ഭൂസമരങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. 2014 162 ദിവസം നീണ്ടുനിന്ന നിൽപ്പ് സമരം, അതിൻ്റെയൊക്കെ വലിയ ഒരു സമര ചരിത്രമാണ്. ആദിവാസി വിഭാഗത്തിൽ നിന്നും ഈ സമര ധീരോദാത്തമായ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ചരിത്രം മാറ്റി എഴുതിയ സമര പരമ്പരകൾക്ക് നേതൃത്വം നൽകിയ CK ജാനുവിന് പറയാനുള്ളത് അടിമ മക്ക ആ ചരിത്രം കൂടിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഇന്ന് CK ജാനു നമ്മളോട് സംസാരിക്കും. ആദ്യം അതിനുശേഷം പുസ്തകത്തെ വിലയിരുത്തിക്കൊണ്ട് MK രാംദാസ് പ്രിയപ്പെട്ട CK ജാനു ചേച്ചിക്ക് ഞാൻ അമ്മയ്ക്ക് കൈമാറുന്നു. നമസ്കാരം. നമസ്കാരം. ഇത് കേരളത്തിലെ ആദിവാസികളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു ഭൂസമരത്തിൻ്റെ ഒരു ചരിത്ര രേഖപ്പെടുത്തലാണ് ശരിക്കും ഇതിനകത്ത് വളരെ സജീവമായിട്ട് ഉള്ളത്. അതിനോടൊപ്പം ഈ ആളുകളുടെ ജീവിതവും ഓരോ കാലഘട്ടത്തിൽ എങ്ങനെയാണ് കടന്നുപോയത്, അവർക്കുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെ അവരെങ്ങനെയാണ് നേരിട്ടത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ശരിക്കും ഈ അടിമമക്ക പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ സമരം അമ്പുകുത്തി സമരമല്ല, 89 വെള്ളമുണ്ട പഞ്ചായത്തിൽ കോളിക്കമ്പാളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള സമരമാണ് ആദ്യത്തെ സമരം. അത് അവിടെ ഒരു 3ഓളം കുടിലുകളിൽ ഞങ്ങളുടെ തന്നെ പണിയ സമുദായത്തിലെ ഞങ്ങളുടെ കുടുംബങ്ങൾ 3 ചെറിയ കുടിലുകളിൽ 26 കുടുംബമാണ് അവിടെ താമസിച്ചത്. ഞാനൊരു ദിവസം അവരുടെ ഒപ്പം രാത്രി അവിടെ താമസിച്ചപ്പോൾ ശരിക്കും അവിടെ കിടക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ ആ സമയത്ത് 89കളിലൊക്കെ മരം കോച്ചി തണുപ്പ് ഉള്ള ഒരു കാലഘട്ടമാണ് വയനാട്ടിൽ. ശരിക്കും അന്ന് കർക്കിടക മാസത്തിലൊരു പെരുമഴ കാലത്താണ് ആ കോളനിയിൽ രാത്രി മീറ്റിംഗ് കൂടുന്നത്. രാത്രി എല്ലാവരും പണി കയറി വന്ന് ഒരു 12 മണിക്കൊക്കെയാണ് ഞങ്ങൾ 9-10 മണിക്കൊക്കെ മീറ്റിംഗ് ആരംഭിക്കും. ഒരു 2 മണിക്കൊക്കെയാണ് ഞങ്ങളുടെ മീറ്റിംഗ് അവസാനിക്കുക. അത് അവർ തന്ന ഭക്ഷണവും കഴിച്ചിട്ട് അവിടെ പ്രായമുള്ള ആളുകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അല്ലാത്ത ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവരും അവർ തന്ന ഭക്ഷണം കഴിച്ച് അവിടെ കിടക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരി തങ്ക, വേറെ പാർവതി, ഞങ്ങൾ 3 ആളാണ് പോയത് അവിടത്തേക്ക്. അപ്പോൾ ഞങ്ങൾക്കവിടെ കിടക്കാൻ സ്ഥലമില്ലാത്ത അപ്പൂപ്പൻ പറഞ്ഞു, നിങ്ങൾ മക്കളെ കിടന്നോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാമെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു, അപ്പൂപ്പൻ കിടന്നോ, ഞങ്ങൾ ഇരുന്നോളാന്ന് പറഞ്ഞ്. ഞങ്ങൾ ഇരുന്നിട്ട് പിന്നെ കാല് നീട്ടാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലാതെ നേരം വെളുക്കുന്നാടം വരെ ഈ കുന്തംകാലിൽ കുത്തിയിരുന്നിട്ട് രാവിലെ കാല് ഇങ്ങനെ നൂർക്കാനാവുന്നില്ല. പിന്നെ അവിടുത്തെ അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ വന്ന് ഞങ്ങളുടെ കാലിൻ്റെ മുട്ടൊക്കെ തിരുമ്മി
അങ്ങനെ ചൂടൊക്കെ പിടിപ്പിച്ച് അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ എഴുന്നേറ്റത്, കാല് നൂർത്താനായത്. അപ്പോൾ അതിൻ്റെ ഒരു കാഠിന്യ വേദന എനിക്കുണ്ടായത്, അപ്പോൾ ഞങ്ങൾ ഒരു രാത്രി ഇരുന്നപ്പോൾ അത്രയധികം വേദന ഞങ്ങൾ അനുഭവിച്ചെങ്കിൽ വർഷങ്ങളായിട്ട് ഈ ആളുകൾ ഈ വേദന ഇങ്ങനെ തിന്ന് ജീവിക്കുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് നമുക്ക് അതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് ശരിക്കും നമുക്ക് പറയാൻ പറ്റുന്നതിലപ്പുറത്തേക്കായിരുന്നു അവരുടെ ആ വേദനയുടെ വ്യാപ്തി. അപ്പോൾ അതിന് ഈ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യത്തെ ഭൂമിയിൽ കയറി കുടിൽകെട്ടൽ സമരം 89 ആരംഭിക്കുന്നത്. അവിടെ ഞങ്ങൾ കുടിൽകെട്ടൽ സമരം നടത്തിയപ്പോൾ വില്ലേജ് ഓഫീസറും പോലീസൊക്കെ വന്നു ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ. പക്ഷെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അവരെയും ആ മഴയത്ത് നിന്നു. അവർക്ക് എന്നിട്ട് കുറേ പനിയൊക്കെ പിടിച്ചു. ഞങ്ങൾക്കും പനി പിടിച്ചു. ഞാൻ 7 ദിവസത്തോളം ഹോസ്പിറ്റലിലൊക്കെ കിടന്നു. പക്ഷേ 3 മാസത്തിൻ്റെ ഉള്ളിൽ, അത് മിച്ചഭൂമിയായിരുന്നു 1 ഏക്കർ, 3 മാസത്തിൻ്റെ ഉള്ളിൽ ഇവർക്ക് ആ ഭൂമി കിട്ടി. 10 കുടുംബത്തിന് 10 സെൻറ്റ് വെച്ച് സ്ഥലം കിട്ടി. ഞങ്ങൾ ഈ 10 സെൻറ്റ് സ്ഥലം നല്ലൂർനാട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഞാനാണ് അവർക്ക് ആദ്യമായിട്ട് പട്ടയം മേടിച്ചു കൊടുക്കുന്നത്. ഈ 10 കുടുംബത്തിന് ഞങ്ങൾ ഈ 10 കുടുംബം വീണ്ടും വന്ന് മീറ്റിംഗ് കൂടി ഓരോ കുടുംബത്തിൽ നിന്ന് 5 സെൻറ്റ് സ്ഥലം വെച്ച് വേറെ ഒരു കുടുംബത്തിന് കൊടുപ്പിച്ചു. അങ്ങനെ 20 കുടുംബങ്ങളെ 5 സെൻറ്റ് സ്ഥലത്ത് അവിടെ മാറ്റി. അങ്ങനെ ഈ 3 കുടിലുകളിൽ പിന്നെ 6 കുടുംബങ്ങളെ ആക്കി. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ഭൂസമരം നടക്കുന്നത്. അതിന് ശേഷമാണ് പിന്നെ നിരന്തരമായിട്ടുള്ള ഭൂസമരങ്ങൾ, അമ്പൂത്തിയിലെ സമരം, ചീങ്ങേരി പ്രോജക്റ്റ്, പനവല്ലി ഭൂസമരം, അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലങ്ങൾ, പുളിമൂട് സമരം, ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് കുടിൽകെട്ടൽ സമരം അതിൻ്റെ ഇടയിൽ നിരന്തരമായിട്ട് നടത്തിയിട്ടുണ്ട്. ഏകദേശം ആ കുടിൽകെട്ടൽ സമരം നടത്തിയടുത്തൊക്കെ തന്നെ ആളുകൾ അവിടെയുണ്ട്. അവർക്ക് കൈവശ രേഖ കിട്ടി. അവരൊന്നും ജയിലിലൊക്കെ പോയിട്ടുണ്ട്. 3-4 പ്രാവശ്യം അറസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ജയിലിലൊക്കെ പോവും, പിന്നെയും വരും, വീണ്ടും അവിടെ തന്നെ പോവും. ഈ ആളുകൾക്ക് വേറെ പോകാൻ ഇടമില്ലാതെ വന്നു. അങ്ങനെയാണ് ഈ സമരം ആരംഭിക്കുന്നത്. പക്ഷേ ഈ ആളുകൾ നമ്മുടെ സമരത്തിനെ കുറിച്ച്, അതൊരു ആദിവാസി സമരമാണ്, ആദിവാസികൾക്ക് ഭൂമിയുണ്ട്, അതിലൊന്നും ആളുകൾ ചെയ്യില്ല, എന്നിട്ട് വെറുതെ ഫോറസ്റ്റ് ഭൂമി കയറി കാട് നശിപ്പിക്കുന്നു, മരം നശിപ്പിക്കുന്നു എന്നാണ് ആ സമരത്തിനെ കുറിച്ച് പ്രചരണം നടത്തി. ഈ പുറത്തുള്ള ആളുകൾ അതാണ് വിശ്വസിക്കുന്നത്. ഇവർ പ്രചരണം നടത്തി വാർത്തയിലും ഇതൊക്കെ വരുന്നതാണ് ശരി എന്നുള്ള രീതിയിലാണ് പുറത്തുള്ള ആളുകൾ ശരിക്കും അതിനെ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ അതല്ല ശരിക്കും. അപ്പോൾ ഈ യഥാർത്ഥ സംഭവം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ അടിമമക്കതിലൂടെ നമ്മൾ ചെയ്തത്. ഈ യഥാർത്ഥ സത്യം പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകം എഴുതുന്ന കാര്യങ്ങൾ പോലും ചെയ്തത്. അപ്പം ഞാൻ ഈ ചെറുപ്പം തൊട്ടേ ഓരോ സമരങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പത്ര കട്ടിങ്ങും അതിൻ്റെ ഡേറ്റുകളും ദിവസങ്ങളും, ആർക്കൊക്കെ ഭൂമി അവിടെ കിട്ടി, നമ്മൾ മുഖേന എത്ര പേര് മാറി താമസിച്ചു, അങ്ങനെയുള്ള ഒരു ഡേറ്റ ശേഖരിച്ച് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ശേഖരിച്ച് വെച്ചത് അത് ഒരു 4-5 ഫയൽ കട്ടായിട്ട് തന്നെ ഉണ്ടായി. പക്ഷെ പോലീസുകാർ എന്നെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇതാണ് ആദ്യം നശിപ്പിച്ചു കളഞ്ഞത്. അവർ വന്ന് ഈ സാധനമൊക്കെ എടുത്ത് തീയിട്ട് കത്തിച്ച് കളഞ്ഞു. അവസാനം പിന്നെ നമുക്കിത് ഇല്ലാതെയായി. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള സാധനം പോകാതിരിക്കാനും യഥാർത്ഥ സത്യം എന്താണെന്ന് ആളുകൾ അറിയുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ അടിമമക്ക പുസ്തകം എഴുതുന്നത്. ഇപ്പോൾ എന്നെക്കുറിച്ച് തന്നെ ഒരുപാട് വേണ്ടാത്ത പ്രചരണങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ എൻ്റെ വീട് 7 നില കെട്ടിടമെന്ന് പറഞ്ഞുകൊണ്ട് 95 ശരിക്കും ദേശാഭിമാനി, കേരള കൗമുദി പത്രത്തിലൊക്കെ വലിയ വാർത്തയായിട്ട് വന്നതാണ്. ഇപ്പോൾ ആളുകൾ യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് വിശ്വസിക്കുന്നത്. ഇതായിരിക്കും, അങ്ങനെ ആയിരിക്കും, ആ രീതിയിലാണ്. അപ്പോൾ എങ്ങനെ നമ്മളെക്കുറിച്ച് വേണ്ടാത്ത രീതിയിൽ തെറ്റിദ്ധരിച്ച് പുറത്തേക്ക് പറയാൻ പറ്റുക, ഇതാണ് ആളുകൾ, അതാണ് ഞാൻ എന്നാണ് ആളുകൾ ധരിക്കുന്നത്. അപ്പോൾ അതിലപ്പുറത്തേക്കാണ് യാഥാർത്ഥ്യം എന്ന്, ആ യാഥാർത്ഥ്യത്തെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അടിമമക്ക പുസ്തകം എഴുതിയത്. പിന്നെ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ഈ കൊറോണ കാലം 2 വർഷം പുറത്തു പോകാതെ നിന്നപ്പോൾ ആ സമയം കിട്ടിയപ്പോഴാണ് അതിനു വേണ്ടി അത് ചെയ്യാൻ ശ്രമിച്ചതും ചെയ്തതും. ഇത് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഉദ്ദേശം, ഇത് വായിക്കുന്ന ആളുകൾ ആരൊക്കെയാണോ ഈ അടിമമക്ക വായിക്കുന്നത്, ഇത് വായിക്കുന്ന ആൾ അയാളെ തന്നെ തിരിച്ചറിയുക എന്നാണ് ഇതിലൂടെ ഉദ്ദേശിച്ചത്. ഇപ്പോൾ
ഈ സീഗജാൻ്റെ സമരവും ചരിത്രവും ഈ സംഭവവും അറിയുന്നതിലുപരി അയാൾ ആരാണ്, അയാൾക്ക് ഈ സമൂഹത്തിൽ എന്തൊക്കെയാണ് ചെയ്യാനുണ്ടായിരുന്നത്, അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യാതെ പോയിട്ടുണ്ട്, അങ്ങനെ അയാളെക്കുറിച്ച് അയാൾ തിരിച്ചറിയുക. ഈ വായിക്കുന്ന ആളുകൾ ആരാണോ അവരെക്കുറിച്ചും കൂടെ അറിയുക എന്നുള്ളതും കൂടി ഈ പുസ്തകത്തിനകത്ത്. അത് വായിക്കുമ്പോൾ ആളുകൾക്ക് അങ്ങനെ മനസ്സിലാവുന്നുണ്ട്. എന്നോട് കുറേ പേര് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്, ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല, അതിലേക്ക് അപ്പുറത്തേക്കാണ്, ഞങ്ങൾ അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് ധരിച്ചത്, ഇത് വായിച്ചപ്പോഴാണ് അത് അങ്ങനെയല്ല എന്ന്. പിന്നെ ഇതിനകത്ത് കുറേ ആളുകൾ ഞാനിപ്പോൾ ഭൂസമരത്ത് പാതി വഴിയിൽ വന്ന ആളാണ് എന്നൊക്കെ കുറേ ആളുകൾ പുറത്തേക്ക് പ്രചരണം നടത്തി. കുറേ ആളുകളുടെയൊക്കെ അവരെന്നെ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സമരത്തിലേക്ക് വന്നത് എന്ന് പോലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അതിനൊക്കെ ഒരു മറുപടി എന്നുള്ള നിലയിലാണ് ഇങ്ങനൊരു സാധനം വന്നത്. ഇപ്പോൾ ഈ ഭൂസമരത്തിലേക്ക് വന്നിട്ടുള്ള പേരെടുത്തിട്ടുള്ള പല ആളുകളും 95-ന് ശേഷമാണ് ഞാനുമായിട്ട് പരിചയപ്പെടുന്നത്. ഞാൻ 89-ലെ ഭൂസമരം നടത്തി. ആദ്യത്തെ ഭൂസമരത്തിൻ്റെ പട്ടയടക്കം ഈ വെള്ളമുണ്ട പഞ്ചായത്തിൽ എടവക പഞ്ചായത്തിലാണ് എടവക പഞ്ചായത്തിൽ വെച്ചിട്ടാണ് അതൊന്ന് കൊടുക്കുന്നത്. ഞാൻ തന്നെയാണ് പോയിട്ട് വാങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഈ ആളുകളെ പുറമെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ അവസ്ഥയ്ക്കൊക്കെ ഒരു മറുപടി എന്നുള്ള നിലയിലാണ് ശരിക്കും ഈ പുസ്തകം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒട്ടനവധി ജീവിതാനുഭവങ്ങളുണ്ട്, എൻ്റെതും കൂട്ടത്തിലുള്ള ആളുകളുടെ ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ ജയിൽവാസവും അതിലുണ്ടാവുന്ന ധാരണകളും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷേ ഈ ഒരു സാധനം എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചത് ആദിവാസി ദളിതരായിട്ടുള്ള മനുഷ്യർക്കാണ് അയിത്തം ഉള്ളത്, അതുകൊണ്ട് മനുഷ്യരെയാണ് അകറ്റി നിർത്തുന്നത്, എല്ലാ തരത്തിലും വിദ്യാഭ്യാസപരമായിട്ടും മറ്റു രീതിയിലും ഒക്കെ അകറ്റി നിർത്തുന്നത് മനുഷ്യരെയാണ് എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ ഈ പുസ്തകം എഴുതിയപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, ആദിവാസിയെപ്പോലുള്ള ആളുകൾ പുസ്തകം എഴുതിയാൽ ഈ പുസ്തകത്തിനും അയിത്തമുണ്ട് എന്നുള്ളത് ഞാൻ ഇത് എഴുതി കഴിഞ്ഞപ്പോഴാണ് തിരിച്ചറിയുന്നത്. പല ആളുകളും അതിനെക്കുറിച്ച് സംസാരിച്ചത്. അവർക്കെന്താണ് എഴുതാനുള്ളത്? അവരൊരു ആദിവാസിയല്ലേ, അവർക്ക് എന്തറിയാം, എന്താണ് അവരെഴുതുന്നത്? അതിൽ വായിക്കാനും കേൾക്കാനും അങ്ങനെ പറയാനും ഒന്നും ഒരു സംവിധാനവും അതിനകത്തില്ല. പിന്നെ എന്തിനാണ്? അവരുടെ ബുക്കൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ആ പൈസയ്ക്ക് വയറ് നിറച്ചും ഭക്ഷണം കഴിച്ചാൽ നമുക്ക് യാത്ര ചെയ്താൽ അതിൻ്റെ ഒരു സുഖം കിട്ടും, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഭവം ഞാൻ പല ആളുകളിൽ നിന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ ഈ ചൂഷണത്തിൻ്റെ ഇരകളായിട്ടുള്ള ആളുകൾ അടിമത്തം പേറി, അയിത്തം പേറി അകറ്റി നിർത്തപ്പെട്ട് സാമ്പത്തികമായിട്ടും മറ്റു രീതിയിലും ഒക്കെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകൾ അവരൊരു സംവിധാനം ചെയ്താലും അതിനെയും അവഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഈ പുസ്തകത്തിലുള്ള വളരെ ക്ലിയറായിട്ട് എനിക്കൊക്കെ ബോധ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇനി ഞാൻ പല ആളുകളോടും പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഈ അവഗണന നിരന്തരമായിട്ടുണ്ടാവും. പക്ഷേ അതുണ്ടാവുന്നതിനനുസരിച്ച് കൂടുതൽ നമ്മളുടെ ആളുകൾ ഇത്തരം രംഗങ്ങൾ വരികയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു തലം, അത് പൊതുസമൂഹത്തിൽ അംഗീകരിക്കുന്ന സമയം വരെ അത് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നാണ് ഞാനെപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളോടും സഹപ്രവർത്തകർക്കൊക്കെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങനെയാണ് ശരിക്കും എല്ലാവരോടും സമീപിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ബുക്ക് പല ആളുകൾ എന്നോട് ഒത്തിരി പേര് പറയുന്നുണ്ട്, കിട്ടാനില്ല എവിടെയാണ് കിട്ടുക? അപ്പോൾ ഈ ട്രൂ കോപ്പി തിങ്കാണ് അത് അടിച്ചത്, അവിടെ പോയാലും പോലും കിട്ടുന്നില്ല എന്നാണ് ഞാൻ അറിയുന്നത്. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആയിരുന്നെങ്കിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ 2-3 എഡിഷൻ അടിച്ച് അത് വെച്ചേനായിരുന്നു. നമ്മളെപ്പോലുള്ള ആളുകളുടേത് ആയതുകൊണ്ട് അത് തീർന്നെങ്കിൽ തീർന്നു പോയിക്കോട്ടെ, ഇനി ബാക്കിയുള്ളവർക്ക് അത് കിട്ടണം എന്ന് വിചാരിക്കേണ്ടതില്ല എന്നുള്ളൊരു മനോഭാവം അതിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഹലോ ഹലോ, കേൾക്കാം. ആ ഓക്കെ, ശരി. ആ, മൈക്ക് മ്യൂട്ടാണ്. ആ ഹലോ, കേട്ടില്ലേ? കേൾക്കാം, വളരെ വൃത്തിയായിട്ട് കേൾക്കാം. നന്നായി കേട്ടു. കുറച്ച് നേരം കൂടെ സംസാരിക്കാൻ പറ്റുമോ? ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ
ഓക്കെ. സമയം ഉണ്ടാകുമല്ലേ? ആ ഈ മുത്തങ്ങ സമരം കഴിഞ്ഞിട്ട് ഇപ്പോൾ 23 വർഷം ആയില്ല. ആ അപ്പോൾ ഈ അതിന് ശേഷം ഈ മറയൂരിലെ ഭൂവിതരണം, അതിനു മുമ്പ് AK ആൻ്റണി സർക്കാരുമായി ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ കരാർ അത് നടപ്പിലാക്കിയില്ല എന്ന് അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണല്ലോ മുത്തങ്ങ സമരം ഉണ്ടായത്. അതെ. ഈ സമരത്തിന് ശേഷം ആണ് പിന്നെ ഭൂവിതരണം കുറേ ഒക്കെ നടന്നു. ഈ ആദിവാസികൾക്ക് ഇപ്പോഴും എത്ര ശതമാനം, എത്ര കുടുംബങ്ങൾക്ക് ഇപ്പോഴും കേരളത്തിൽ ഭൂമി കിട്ടാതെ ഉണ്ട്? നല്ലൊരു ശതമാനം ആളുകൾക്ക് ഇപ്പോഴും ഭൂമി കിട്ടിയിട്ടില്ല. നല്ലൊരു ശതമാനം ഇപ്പൊ പല സ്ഥലത്തും കൊടുക്കുന്നിടത്ത് വാസയോഗ്യമല്ലാത്ത പല ഭൂമികളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ അവിടെ പോയി വന്നിട്ട് തിരിച്ചു വരും, എന്നിട്ട് ഞങ്ങൾക്ക് അത് മാറ്റി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂവിതരണം നടത്തിയ കാലം തൊട്ട് അപേക്ഷ വെച്ചിട്ട് ഇതുവരെ മാറ്റി കൊടുക്കാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട് നിരന്തരമായിട്ട്. ഇപ്പോൾ ആദ്യമായിട്ട് ഭൂവിതരണം നടത്തുന്നത് ഇടുക്കി ജില്ലയിലെ മറയൂരിൽ വെച്ചിട്ടായിരുന്നു. രണ്ടാമത്തെ ഭൂവിതരണം നടത്തുന്ന അവിടെ തന്നെ ചിന്നക്കനാലിലായിരുന്നു. മൂന്നാമത് 2002 AK ആൻ്റണിയും ചേച്ചിയും കൂടെ നൃത്തം ചെയ്ത് ഭൂവിതരണം നടത്തിയ ചടങ്ങ് ഞാൻ കണ്ടിരുന്നു തിരിച്ച്. അപ്പം അന്ന് തന്നെ അത് പിന്നെ വാസയോഗ്യമല്ല, വെള്ളം കിട്ടുന്നില്ല, പ്രാഥമിക സൗകര്യങ്ങളൊന്നുമില്ല എന്ന് അവിടെ വീണ്ടും ഭൂവിതരണം ഉണ്ടായോ? അതോ ആ ഭൂമി തന്നെ അവർക്ക് വീണ്ടും? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്ഥലത്തൊന്നും ശരിക്കും മാറ്റി കൊടുക്കുന്ന ഒരു പ്രവണത അവർ ചെയ്തിട്ടില്ല. ഇപ്പോ ചിന്നക്കനാല് പോലെയുള്ള സ്ഥലങ്ങൾ ഇടുക്കി ജില്ലയില് ഭൂമി നല്ലതാണ്, പക്ഷെ കാട്ടുമൃഗത്തിന്റെ ശല്യം കൊണ്ട് അവിടെ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അവരുടെ കുടിലുകൾ ഒക്കെ വന്ന് പൊളിച്ചു കളയുക, വീടിന്റെ ഭിത്തികളൊക്കെ പൊളിക്കുക. അതുകൊണ്ട് ജീവനെ പേടിച്ചിട്ട് ആളുകൾക്ക് നിൽക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പാക്കേജും കൂടെ അവിടെ ചെയ്യേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ, കൃത്യമായിട്ട്. അല്ല, അന്ന് സർക്കാർ പ്രഖ്യാപിച്ച ആദിവാസി പുനരധിവാസ വികസന മിഷൻ പിന്നീട് നിലച്ചുപോയല്ലേ? വേറൊരു കോള് വന്നു. ചോദ്യം കേട്ടിരുന്നു. ഹലോ. അന്ന് ഈ പാക്കേജിന്റെ ഭാഗമായിട്ട് കേൾക്കുന്നുണ്ടോ? ഇതിനകത്ത് വേറൊരു കോള് കയറി വന്നത്. അന്ന് ഈ പിന്നെ ആന്റണി സർക്കാരുമായി ഉണ്ടാക്കിയ കോള് കട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ആന്റണി സർക്കാരുമായി അന്ന് ഒപ്പുവെച്ച കരാറിന്റെ പിന്തുടർച്ചയായിട്ട് ആദിവാസി പുനരധിവാസ വികസന മിഷൻ ഉണ്ടായിരുന്നല്ലോ, അത് പിന്നീട് നിന്നുപോയോ? അതിനെ ഒരു വർഷക്കാലം, ഒരു 2 വർഷക്കാലത്തോളം വളരെ സജീവമായിട്ട് നടന്നിരുന്നു. ഭൂരഹിതരായിട്ടുള്ള ആളെ കണ്ടെത്തുക, ഭൂമി അവൈലബിൾ കണ്ടെത്തുക, എന്നിട്ട് പ്രയോറിറ്റി ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ ഒരു 2 വർഷക്കാലത്തോളം വളരെ സജീവമായിട്ട് നടത്തി. അതിനുശേഷം അവർ ആ പദ്ധതി തന്നെ മെല്ലെ മെല്ലെ നിർജീവാക്കി. അപ്പോൾ അതിലുണ്ടായിരുന്ന ഈ ട്രൈബൽ മിഷനിൽ ഉണ്ടായിരുന്ന ആളുകളെ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി. അങ്ങനെ ട്രൈബൽ മിഷനെ തന്നെ ഇല്ലാണ്ടാക്കി. അപ്പോൾ ഇതെല്ലാം ഇല്ലാണ്ടാക്കി ഭൂവിതരണം പൂർണ്ണമായിട്ട് നിലച്ചപ്പോഴാണ് 2003 മുത്തങ്ങ പോലെയുള്ള പ്രദേശത്തേക്കുള്ള പ്രതീകാത്മകമായിട്ടുള്ള കുടിൽകെട്ടൽ സമരം വീണ്ടും ആരംഭിക്കുന്നത്. അത് ആ ഒരു സമരം നടത്തിയപ്പോൾ, ഇപ്പോൾ സാധാരണ ഒരു സമരം നടത്തുന്ന കാലഘട്ടങ്ങളിൽ ഈ സമരക്കാരും ഗവൺമെന്റും തമ്മിൽ ഒരു ചർച്ച നടത്തുക, എന്നിട്ട് ഗവൺമെന്റിന്റെ ഫോർമുല വെക്കുക, സമരക്കാരുടെ ഫോർമുല അവർ വെക്കുക, എന്നിട്ട് അത് ഒന്നും കൂടെ സംസാരിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കുക, ഒരു ഒത്തുതീർപ്പിലെത്തുക. ഇതായിരുന്നല്ലോ സാധാരണ ഒരു സമരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മുത്തങ്ങയിൽ നടന്ന സമരത്തിൽ ഈ രീതിയിലുള്ള ഒരു ചർച്ചയും അത്തരം ഒരു ഫോർമുലയും ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും. അതിപ്പോൾ വേറെ ഏതെങ്കിലും വിഭാഗങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എപ്പോഴേ അവരുമായിട്ട് ചർച്ച നടത്തി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി ആ പ്രശ്ന പരിഹാരം ഉണ്ടാക്കുമായിരുന്നു. ഇത് ആദിവാസികൾ മാത്രം ചെയ്യുന്നു എന്നുള്ള ഒരു അവഗണന ആ സമരത്തിനും ഉടനീളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ മുത്തങ്ങ സംഭവത്തിന് ശേഷം ആദിവാസി ഗോത്ര മഹാസഭയായിട്ടോ താങ്കളുമായിട്ടോ എന്തെങ്കിലും ചർച്ച പിന്നീട് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ഈ കാൽ നൂറ്റാണ്ടാകുന്നു അല്ലേ? ഇല്ല. പിന്നീട് അതിന് ശേഷം ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിൽപ്പ് സമരം നടത്തി. ആ സമരത്തിലൂടെ മുത്തങ്ങയിലുള്ള ആളുകൾക്ക് ഒരു സ്പെഷ്യൽ പാക്കേജ്, അന്ന് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു ഉണ്ടായിരുന്നേ, ഒരു സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാക്കി. മുത്തങ്ങ സമരക്കാർക്കൊരു പുനരധിവാസ പാക്കേജ്
അതിൽ 283 കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്തി കൊടുക്കുന്ന ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ പൂർണ്ണമാക്കിയിട്ടില്ല. കുറെ പേർക്ക് കിട്ടി. ഈ ആറളം ഭൂവിതരണവും ഭാഗികമായിട്ട് മാത്രമേ ഉണ്ടായുള്ളൂ, അതോ ഇപ്പോഴും അതുണ്ടോ? ആറളം ഭൂവിതരണം ശരിക്കും പറഞ്ഞാൽ അത് 2001 കുടിൽക്കട്ടൽ സമരത്തിലൂടെ കണ്ണൂർ ജില്ലയിലുള്ള ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫാമായിരുന്നല്ലോ ആറളം ഫാം. അത് TSP ഫണ്ടിലെ പൈസ 3 വർഷത്തെ 42 കോടി രൂപ കൊടുത്തിട്ട് വിലയ്ക്ക് മേടിക്കുന്ന ഭൂമി. അത് 7500 ഏക്കർ ഭൂമി. 7500 ഏക്കർ ഭൂമി മേടിച്ച് അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി വയനാട് ജില്ലക്കാർക്ക് കൊടുക്കുക എന്നാണ് ആ കരാർ വ്യവസ്ഥയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ തന്നെയാണ് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി കണ്ണൂർ ജില്ലക്കാർക്ക് കൊടുക്കണം, സെക്കൻഡ് പ്രയോറിറ്റി വയനാട് ജില്ലക്കാർക്ക് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ആദ്യം കണ്ണൂർ ജില്ലക്കാരെ മുഴുവൻ പരിഗണിച്ച് അവർക്ക് ഭൂമി കൊടുക്കുക, അതിന് ശേഷം ബാക്കിയുള്ള ഭൂമി വയനാട് ജില്ലയിലെ ആദിവാസികൾക്ക് കൊടുക്കുക എന്നാണ് നമ്മൾ അതിൻ്റെ ഒരു വ്യവസ്ഥ തന്നെ വെച്ചിരുന്നത്. അതനുസരിച്ച് 3500 ഏക്കർ ഭൂമിയാണ് ആദിവാസി പുനരധിവാസത്തിന് വേണ്ടി അളന്ന് തിരിച്ച് എടുക്കുന്നത്. അതിൽ 3500 ഏക്കറിൽ മുഴുവൻ 3500 ഇന്ന് വരെയും വിതരണം ചെയ്തിട്ടില്ല. വിതരണം ചെയ്ത സ്ഥലത്തുള്ള ആളുകൾ പല സ്ഥലത്തും പാറക്കെട്ടുകളും ഈ ഭയങ്കരമായിട്ടുള്ള ചെരുവുകൾ, ആളുകൾ ആ ചെരുവിൽ കൂടെ പോയാൽ ഉരുണ്ട് വന്ന താഴെ കുഴിയിൽ പോയി വീഴും, അങ്ങനത്തത്. അപ്പോൾ അങ്ങനത്തെ പ്ലോട്ടുകൾക്കൊക്കെ മാറ്റി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ പ്ലോട്ട് കിട്ടിയ ആളുകൾ അവർക്ക് പരാതി എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ അതൊന്നും ആറളത്തുൾപ്പെടെ ചില സ്ഥലങ്ങളിൽ ചിലർക്ക് 5 ഏക്കർ വരെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ആറളത്ത് 5 ഏക്കർ കൊടുത്തിട്ടില്ല, അവിടെ 1 ഏക്കർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ നേരത്തെയുള്ള ഭൂവിതരണത്തിൽ ചില സ്ഥലങ്ങളിൽ, ഇത് ആറളം അല്ലെന്ന് തോന്നുന്നു, നേരത്തെ ആറളത്തുണ്ടായിരുന്ന കുറിച്ച സമുദായത്തിലുള്ള ആളുകളെ പുനരധിവാസത്തിന്റെ പേരിൽ അവരെ അതിന്റെ തൊട്ടടുത്ത് പുഴക്കക്കരെ ബീറ്റ്നാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുറിച്ച സമുദായത്തിലുള്ള ആളുകളെ ആറളം ഫാം വന്ന സമയത്ത് അവരെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് 5 ഏക്കർ ഭൂമി കൊടുത്ത് അവിടെ പാർപ്പിച്ചിട്ടുണ്ട്. ഈ ഫാമിനകത്ത് ആർക്കും 5 ഏക്കർ കൊടുത്തിട്ടില്ല, എല്ലാവർക്കും 1 ഏക്കർ മാത്രമേ ഉള്ളൂ. ഒരു കുടുംബത്തിന് 1 ഏക്കർ, വ്യക്തികൾക്കല്ല, കുടുംബത്തിന് 1 ഏക്കർ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതില് ഒരു കുടുംബത്തില് 5-6 മക്കൾ കല്യാണം കഴിച്ചവരുണ്ടായിരുന്നപ്പോൾ അവരുടെ ഒരു ഫാമിലിക്ക് 6 ഏക്കർ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ ഇൻഡിവിജ്വൽ ഫാമിലിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒരു കുടുംബത്തിന് 6 ഏക്കർ 5 ഏക്കർ അങ്ങനെയല്ല കിട്ടി, ഒരു കുടുംബത്തിന് 1 ഏക്കർ എന്നുള്ളതാണ്. ഇനിയിപ്പം എല്ലാം കൂടെ എത്ര കുടുംബങ്ങളുണ്ടാവും ഇനി ഭൂമി കിട്ടാനുള്ള? ഇനി നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമ്മൾ എടുത്തിട്ടില്ല. അങ്ങനെ എടുത്താലും ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും ഭൂരഹിതരാണ്. ചേച്ചിയുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അന്ന് ഈ മുത്തങ്ങ സമരമൊക്കെ നടക്കുന്ന സമയത്ത് എനിക്കൊന്ന് 4500ഓളം ആൾക്കാർ ഒരു ഘട്ടത്തിൽ മുത്തങ്ങ സമരഭൂമിയിൽ ഉണ്ടായിരുന്നല്ലോ. മാത്രമല്ല എല്ലാ ആദിവാസി വിഭാഗങ്ങൾ, അത് ഒത്തിരി ജാതി ഉള്ള, അതല്ലേ, അടിയ, പണിയ, കുറിച്യ, കരിമ്പാലൻ, മാവിലർ, എല്ലാവരും ഒന്നിച്ചാണ് കൊണ്ടുവന്നത്. അതിനുശേഷം ഈ മുത്തങ്ങ സമരത്തിന് ശേഷം ഉള്ള ഒരു ഭീകരമായ വംശഹത്യ, ചേച്ചി തന്നെ പുസ്തകത്തിൽ അത് 25ഓളം പേർ അതിനുശേഷം മരിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും കേരളം ഇപ്പോഴും ഗൗരവതരമായി ചർച്ച ചെയ്തിട്ടില്ല ഒരു വസ്തുതയാണ് തിരിച്ച്. ഇതിന് ശേഷം ഈ ആദിവാസി ഗോത്ര മഹാസഭയുടെ ശക്തി ക്ഷയിച്ചു എന്നാണല്ലോ പൊതുവായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമുള്ള അവസ്ഥ എന്താണ്? സംഘടനയുടെ അവസ്ഥ എന്താണ്? ഇല്ല, ഇപ്പോൾ ആദിവാസി ഗോത്ര മഹാസഭയുടെ ശക്തി ക്ഷയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും. ഇപ്പോൾ ഈ സമരമുണ്ടാക്കിയപ്പോൾ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കോൺഗ്രസും മാർക്സിസ്റ്റും BJP, അവർ പാർട്ടികൾ ഭൂമിയിൽ കയറി കുടിൽ വെക്കുന്ന സമരത്തിലേക്ക് ആളുകളെ മാറ്റി. അപ്പോൾ ഗോത്രസഭയിലേക്ക് ഈ ആളുകൾ വരുന്നവരുടെ ഒഴുക്കിനെ അവരങ്ങനെയാണ് തടയിട്ടത്. ഇപ്പോൾ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ട് ആളുകൾ പോയി കൊടികുത്തി കുടിൽ വെച്ച് കൊടുത്ത സ്ഥലത്ത് ഇപ്പോഴും കൈവശരേഖ പോലും കൊടുക്കാതെ അതിനുശേഷം 15 വർഷം കണ്ടിന്യൂ ആയിട്ട് ഇവർ അധികാരത്തിൽ വന്നിട്ടുണ്ട് മുത്തങ്ങയ്ക്ക് ശേഷം.
എന്നിട്ട് ഇതുവരെ അവർക്ക് കൈവശ രേഖ പോലും കൊടുക്കാതെ അവരിപ്പോഴും അവിടുത്തെ അങ്ങനെ താമസിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഈ ഗോത്ര മഹാസഭയുടെ ഒരു മുദ്രാവാക്യത്തെ ഏറ്റെടുക്കാതെ ഈ പൊതു പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കി. അത് അവരേറ്റെടുക്കുകയും അവരുടെ പാർട്ടിയുടെ കെയർ ഓഫിൽ പല സ്ഥലത്തും കുടിൽ വെക്കുന്ന പണിയിലേക്ക് അവർ പോയി. അത് ഹലോ ഒരു സർ, പ്രദീപ് സർ, ഇവിടെ രാംദാസ് സർ എത്തിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ ഓക്കെ മകന്റെ ഫോണിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹരി, ഓക്കെ കണ്ടിന്യൂ ചെയ്യാം മാഡം. ആ പറയാം. അല്ല, അപ്പോൾ ആ രീതിയിൽ ഗോത്ര മഹാസഭയെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം നിരന്തരമായിട്ട് നടത്തിക്കൊണ്ട് ഇരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. പക്ഷെ ഗോത്രസഭയുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആളുകളെല്ലാം നിത്യം കൂലിപ്പണിയെടുത്ത് ഉപജീവനം കഴിയുന്ന ആളുകളാണ്. അവർക്ക് ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു സമരം അങ്ങനെ ശരിക്കും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ ആദ്യത്തെ അവസ്ഥയല്ല. ഇപ്പോൾ എല്ലാ വീടുകളിലുള്ള കുഞ്ഞുങ്ങളും സ്കൂളിൽ പോവുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആളുകൾക്കൊക്കെ സജീവമായിട്ട് സമരത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇപ്പം നമ്മൾ എല്ലാവരും ഈ കുടുംബത്തിലുള്ള ആളുകൾ കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്തരം സമരവും കാര്യങ്ങളും ചെയ്യുന്നത്. ഹലോ ചന്ദ്രനെ വിളിക്കടാ, ഹലോ നീ വിളിക്ക്. ഇടയ്ക്ക് ശബ്ദം അത് ഫോൺ വരുന്നുണ്ട് ഇതിലേക്ക്, അതാണ്. ഞാനേ ഒരു മിനിറ്റ്, എനിക്ക് അത്യാവശ്യം ആ കോളൊന്ന് എടുക്കണം. ഞങ്ങളുടെ അപ്പൊ ഈ ഹരിഗോവിന്ദ്, ഞാൻ ആദ്യം പാലക്കാടുള്ള പത്രപ്രവർത്തകനാണല്ലോ എന്ന് വിചാരിച്ചത്. അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ മറ്റൊരു ഫോണിൽ നിന്ന് ജോയിൻ ചെയ്യാൻ പറയായിരുന്നു. അത് കുഴപ്പമില്ല. ഞാൻ ചേച്ചി ഇപ്പം യാത്ര പുറപ്പെടുന്നതിന് മുമ്പുള്ള, അതുകൊണ്ടാണ് സംസാരിച്ചിട്ട് നമുക്ക് പുസ്തക അവലോകനത്തിൽ കിടക്കാം. റെഡിയാണോ? ഞാൻ തയ്യാറാണ്. താങ്കൾ റെഡിയാണ്. നമുക്ക് ഞാൻ ചോദിച്ചിട്ട് 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കിടക്കാം. കാര്യം അതിനുശേഷം പിന്നെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ചിലപ്പോ റേഞ്ച് കിട്ടിയില്ലെങ്കിലോ. സാറിന് വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? തിരക്കില്ല. ഞാൻ സാധാരണഗതിയിൽ സിഗ്നൽ വീക്ക് ആകുമ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റാത്ത 1-2 അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അതായിരിക്കും. ഞാൻ ഈ പുസ്തകത്തിന്റെ 2ാം പതിപ്പ് അല്ലേ, അതിന് ശേഷം പതിപ്പ് ഇറങ്ങില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, 2ാമത്തെ പതിപ്പാണ് ഇറങ്ങിയിട്ടുള്ളത്. അത് പിന്നെ അതിന്റെ ഒരു പ്രസിദ്ധീകരണമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ CK ജാൻ സൂചിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. പറഞ്ഞു. ഞാനത് അയച്ചു വരുത്തുകയാണ് ഉണ്ടായത്. ശരി. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ശരി. അത് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പ്രസിദ്ധീകരണ രംഗത്തിൽ അങ്ങനെയാണല്ലോ. പ്രസിദ്ധീകരണം എന്നൊക്കെ പറയുന്നത് വേറൊരു തരം ഒരു വ്യാപാരമാണല്ലോ. അതൊരു വേറൊരു മേഖലയാണ്. അതിലിപ്പം അത് പിന്നെ പല ഗ്രൂപ്പുകളും അതിൽ വന്നിരുന്നു. അതായത് ഇപ്പം DC പിന്നെ ആവശ്യപ്പെട്ടിരുന്നു. അവരൊക്കെ പല രീതിയിൽ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളത് പറഞ്ഞതിനെങ്കിൽ കുറച്ചുകൂടി ഒരു എന്താ പറയാ, അതിന്റെ ഒരു രാഷ്ട്രീയം കൂടി നോക്കിയിട്ടുള്ള ഒരു പ്രസാധകനെയായിരുന്നു നമ്മൾ തെരഞ്ഞെടുത്തത്. പക്ഷേ അതും പിന്നെ ഒടുവിൽ ചെറിയ പ്രോബ്ലത്തിലൊക്കെ, വലിയ പ്രോബ്ലം ഒന്നുമല്ല, ആ രൂപത്തിലല്ല, എന്നാലും കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നമ്മളിപ്പോ ആ കാര്യമാണ് ചർച്ച ചെയ്തതിന് ശേഷം ഇനി ചോദിക്കാനുള്ള അന്ന് ഈ കേസിന്റെ അവസ്ഥ എന്താണ്? ഇപ്പൊ അത് ആത്മഹത്യ പറഞ്ഞിട്ടുണ്ട്, അതിന് ശേഷം വല്ല ഡെവലപ്മെന്റ് ഉണ്ടായോ? ഒരു ഡെവലപ്മെന്റും ഉണ്ടായിട്ടില്ല. കേസ് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇപ്പോഴും ആളുകൾ കേസിന് പോയിക്കൊണ്ടിരിക്കുന്നു. കൊച്ചി തന്നെയാണോ അതോ കോടതി മാറ്റിയോ? ആദ്യം കൊച്ചിയിലായിരുന്നു. എല്ലാ ആളുകൾക്കും ഒരു 100-300 പേരുണ്ട് അവിടത്തേക്ക് പോകാൻ. അപ്പോൾ എല്ലാവർക്കും കൂടെ പോകാനും വരാനും ബുദ്ധിമുട്ടായതുകൊണ്ട് അത് ഇപ്പോൾ കൽപ്പറ്റ ജില്ലാ കോടതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ കേസ് നടക്കുന്നത്, കൽപ്പറ്റ ജില്ലാ കോടതിയിലാണ്. അപ്പൊ ഇതിനകത്ത് വക്കീൽ അങ്ങനെ നിയമസഹായം ഇപ്പോഴും ഉണ്ടോ? ആദ്യകാലത്ത് കിട്ടിയിരുന്ന പോലെ? ഇല്ല, നിയമസഹായം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മള് അല്ല, വോളണ്ടറി ആയിട്ട് ചില അഡ്വക്കേറ്റ്സ് അതിനകത്ത് സഹകരിച്ചിട്ടുണ്ട്. ഇല്ല, അങ്ങനെയൊന്നും സഹകരിച്ചിട്ടില്ല. എല്ലാ വക്കീലുമാർക്കും നമ്മള് ഈ വരുന്ന എല്ലാ ആളുകളും 50 രൂപ 100 രൂപ വെച്ച് പിരിച്ചവർക്ക് ഫീസ് കൊടുത്തിട്ടാണ് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഓ അത് ശരി. വാളണ്ടിയറി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സഹായം ഈ കാലത്രയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയില്ല അല്ലേ? ഇല്ല ഇല്ല. ഇതിലെ ഈ പിന്നെ അന്ന് പ്രതിയാക്കപ്പെട്ട അല്ലെങ്കിൽ ഭീകരമായ മർദ്ദനത്തിന് ഇരയായ ഒത്തിരി പേരുടെ കാര്യം ചേച്ചിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ടച്ചിങ് ആയിട്ടുള്ള കുട്ടി, 9 മാസം പ്രായമുള്ള കുട്ടിയുമായി കാട്ടിലേക്ക് ഓടിപ്പോയി. പുലിതൂക്കി കോളനിയിലെ മാളുവിൻ്റെ കഥ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി അവസാനം ഹോസ്പിറ്റലിൽ എത്തിയപ്പം മരിച്ചുപോയി മാത്രമല്ല, മരിച്ച കുട്ടിയെ കൊണ്ടുപോയി ആംബുലൻസ് പോലും കൊടുത്തില്ല, ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാൽപാദം പറഞ്ഞൊരു വേലായുധനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രക്തം ഛർദ്ദിച്ച് മരിച്ച ഒരു നേണലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പോലീസ് മർദ്ദനത്തിൽ മനോനില തെറ്റി തൂങ്ങി മരിച്ച ഗോപാലിനെ കുറിച്ചും പെരുവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഭീകരമായ മർദ്ദനത്തിനും ഒക്കെ ഇരയായിട്ടുള്ളവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരമോ ദേശീയ ഒരു നഷ്ടപരിഹാരം കൊടുത്തില്ല. ഞങ്ങൾക്കെതിരെ നടന്ന അട്രോസിറ്റീസിന് കൊടുത്ത കേസ് ഒന്നുപോലും പരിഗണിച്ചിട്ടില്ല. ഞങ്ങൾക്കെതിരെ നടന്ന അട്രോസിറ്റീസിനെതിരെ ഞങ്ങൾ കൊടുത്ത കേസ് ഉണ്ടല്ലോ, അതിൽ ഒന്നുപോലും പരിഗണിച്ചിട്ടില്ല. അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ അന്ന് ഇടപെട്ടു, അല്ല ഒന്നും സംഭവിച്ചില്ലല്ലേ? ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളെ ജയിലിൽ അടച്ചായിരുന്നു. അതെ, 6 മാസം ഒക്കെ ഉള്ള. അപ്പൊ അവർക്കൊരു നഷ്ടപരിഹാരം 1 ലക്ഷം രൂപ വെച്ച് കൊടുത്തു, അത് മാത്രം. ഞാൻ വണ്ടി കയറുവാണെ ചിലപ്പോ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. ഓക്കെ, സന്തോഷം. ഓൺ ചെയ്ത് വെക്കും. കഴിയുകയാണെങ്കിൽ ഉത്തരം പറയാലോ. ഓക്കെ ഓൺ ചെയ്ത് തന്നെ ഇരിക്കുന്നത്. ഏതായാലും യാത്രക്ക് ഇടയിലാണെങ്കിൽ പോലും സംസാരിക്കാൻ ഈ വേദിയിൽ വന്നതിൽ വളരെ സന്തോഷം. നമ്മൾ ഈ അധ്യായത്തിൽ പ്രിയപ്പെട്ട CK ജാനു ചേച്ചിയുടെ ആത്മകഥ അടിമമക്കയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ പുസ്തകം അവലോകനം ചെയ്യുന്നത് മാധ്യമ പ്രവർത്തകനായ ശ്രീ MK രാംദാസ്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. രാംദാസ് അമൃത TVയിലും ഏഷ്യാനെറ്റിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണ്. 5 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ നാമത്തിൽ എന്ന ലൂസി കളപ്പുരയുടെ പുസ്തകത്തിൻ്റെ രചയിതാവാണ്. 71ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ഇദ്ദേഹം സംവിധാനം ചെയ്ത പ്രത്യേക ഡോക്യുമെൻ്ററിക്ക് നേക്കൽ നെല്ലു മനുഷ്യൻ്റെ കഥ, ചെറുവേൽ രാമനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ്. അതിന് പ്രത്യേക പരാമർശം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ ഡോക്യുമെൻ്ററികൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടിമമക്ക അവലോകനം ചെയ്യാൻ ശ്രീ MK രാംദാസിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ജാനു മാഡം, മാഡത്തിന്റെ ഈ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഞാൻ വണ്ടിയിലാണ്. മൈക്ക് മാത്രം മ്യൂട്ട് ചെയ്താൽ മതി, കട്ട് ചെയ്യരുത്. മൈക്ക് ഒന്ന് മൈക്കിന്റെ ഐക്കണിൽ ഒന്ന് ടച്ച് ചെയ്താൽ ഓഫ് ആയിക്കോളും. അല്ലെങ്കിൽ അവിടുത്തെ സംസാരം ഇതില് എല്ലാവരും കേൾക്കാൻ ഇടവരും. അതാണ്. ഓക്കെ, രാംദാസ്. നമസ്കാരം. എനിക്ക് ഇതിൽ കയറാൻ പ്രയാസം നേരിട്ടു. അതില് ക്ഷമയാണ്. അത് സാരമില്ല, സാങ്കേതികമാണ്. അപ്പം ഈ അടിമമക്ക എന്ന് പറയുന്ന ഒരു പുസ്തകം ഒരു അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ എനിക്ക് അവസരം ഒരു വലിയ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഞാന് ഈ ഒരു അല്പം എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാൾ എന്നുള്ളത് എനിക്ക് സ്വാഭാവികമായും ഒരു 5-6 പുസ്തകങ്ങളാണ് ഞാൻ പൂർത്തിയാക്കിയത്. ഈ 6 പുസ്തകവും ലൈഫാണ്. യഥാർത്ഥത്തിൽ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ ആത്മകഥ ആണ് നമ്മൾ എഴുതാൻ സഹായിച്ചത്. ഈ ആളുകളെ എഴുതാൻ സഹായിക്കാതെ അത് മുഴുവനും എഴുതുകയൊക്കെ തന്നെയായിരുന്നു, സ്വന്തം തന്നെയായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ആത്മകഥ എഴുതുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു അപാരമായ ധൈര്യം വേണ്ട ഒരു ആക്ടിവിറ്റി അവർ എഴുത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു വലിയ ധൈര്യം അതിനാവശ്യമുണ്ട്. കാരണം ജീവിച്ചിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്ന മനുഷ്യരൊക്കെ അവിടെയൊക്കെ നമുക്കിതിന് മറുപടി പറയേണ്ടി വരും. നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ഏകപക്ഷീയമായി നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകളുടെയൊക്കെ ഈ 6 പേരുടെ 6 തരത്തിലുള്ള മനുഷ്യരായിരുന്നു. പല രീതിയിൽ വ്യത്യസ്തമായി ജീവിക്കുകയും വ്യത്യസ്തമായി ലോകത്തിൽ അറിയപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ വളരെ വ്യത്യസ്ത രീതിയിൽ മനുഷ്യ സമൂഹത്തിൽ എന്താ പറയാ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു. അപ്പം ലൂസി കളപ്പുരയെ പോലെ തന്നെ
അപ്പൊ അവർക്കൊക്കെ പല ദൗത്യവും ഉണ്ടായിരുന്നു. അപ്പൊ ആ മനുഷ്യരൊക്കെ അതുകൊണ്ടാണ്, അപ്പൊ ഞാൻ ഈ ഇങ്ങനെ എഴുതാനുള്ള അവസരം കിട്ടിയപ്പോഴൊക്കെ ഞാൻ അവരോട് ചോദിച്ചത് എന്തിനാണ് ഇത് എഴുതുന്നതെന്നാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് അതിന് കൃത്യമായ മറുപടിയുള്ള ആളുകളെ ആയിരുന്നു ആ രൂപത്തിൽ ഒരു ആത്മകഥ എഴുതാൻ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ കഥ എഴുതാൻ പിന്നെ ഞാൻ സഹായിക്കുക അല്ലെങ്കിൽ എഴുതുകയോ ചെയ്തിട്ടുള്ളത്. അപ്പം അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ലോകത്തിനോട് ഇത് പറയേണ്ടതുണ്ട്, ചില മനുഷ്യരെങ്കിലും ഈ ലോകത്തിൽ ഇത് അറിയേണ്ടതുണ്ട്, ആ മനുഷ്യർക്ക് ചില ആളുകൾക്ക് ഒരു മാതൃക, അല്ലെങ്കിൽ മാതൃക മാത്രമല്ല ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ അതിലുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ തന്നെ നോക്കുമ്പോഴും സി കെ ജാനു വളരെ സമരതീക്ഷ്ണമായിട്ടുള്ള ഒരു കാലത്തിലൂടെ അല്ലെങ്കിൽ വഴിയിലൂടെ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ആ നിലയ്ക്ക് അവർ പറയുന്നത് ഒരു രേഖപ്പെടുത്തി വെച്ചത് വളരെ പിന്നെ അത് വളരെ പ്രസക്തമായിരുന്നു. അത് മാത്രമല്ല, അതിന് പലരും അതിലൊക്കെ സാക്ഷികളോ അല്ലെങ്കിൽ അതിൽ പങ്കാളികളോ ആയിരുന്നു. സി കെ ജാനു പറഞ്ഞ ഓരോ വിഷയത്തിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ സംഭവത്തിലും ഈ നിരവധി മനുഷ്യര് അതിൽ പരാമർശിച്ചിട്ടുള്ള ആളുകളൊക്കെ അതിൽ വരുന്നുണ്ട്. അവരിപ്പോഴും പലരും ജീവിച്ചിരിക്കുന്നുണ്ട്, വളരെ കുറച്ച് ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ നിലയിൽ ഇവർക്കൊക്കെ അതിൽ മറുപടി പറയേണ്ടതായിട്ടുള്ള ചില ഒരു ഉത്തരവാദിത്വം കൂടി അതിൽ സ്വയം അതിൽ പിന്നെ ഉണ്ട് അതിൽ. അപ്പൊ ആ നിലയ്ക്ക് ഒരു ആത്മകഥ എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് സി കെ ജാനുവിനെ പോലെ ഉള്ള ഒരാള്, അതായത് പിന്നെ എന്താ പറയാ, ഒരു 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 നാട്ടിൽ പ്രത്യേകിച്ച് ഒരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പിന്നെ ഒരു സൗകര്യമില്ലാതെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യര്, അക്ഷരം പോലും അറിയാത്ത ഒരു ആള്, പിന്നെ വളരെ ഇപ്പോൾ പോലും നമ്മൾ ഈ പറയുന്ന തിരുനെല്ലി പോലുള്ള ഒരു സ്ഥലത്ത് പിന്നെ ഒരാളുടെ പിന്നെ എന്താ പറയാ ഈ മനുഷ്യരുടെ ജീവിതാവസ്ഥ വളരെ പരിതാപകരമാണ്. ജാനുവിന്റെയൊക്കെ കോളനിയുള്ള സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ അതിനടുത്തുള്ള കോളനികളിലൊക്കെ വളരെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. അടിയ കമ്മ്യൂണിറ്റിയിൽ ജാനുവൊക്കെ ഉൾപ്പെടുന്ന ആ വിഭാഗത്തിലൊക്കെ തന്നെ നിരവധി ആളുകൾ വലിയ പ്രശ്നത്തിലാണ് ജീവിക്കുന്നത്. അനിമിക്കാണ് മനുഷ്യർ. അവിടുത്തെ മനുഷ്യരൊക്കെ ഈ പണിയർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കമ്മ്യൂണിറ്റിയെ പോലെ തന്നെ അനിമിക്കായിട്ടുള്ള മനുഷ്യരാണ് ജാനുവൊക്കെ ഉൾക്കൊള്ളുന്ന ഈ കമ്മ്യൂണിറ്റിയുള്ളത്. അപ്പൊ അത്തരം അവസ്ഥയിൽ വന്നിട്ടുള്ള ഒരാള് പിന്നെ അവരുടെ ആത്മകഥ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ജാനുവിന്റെ ആത്മകഥ ആ രീതിയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടതാവും. ഇതിന്റെ ഒരു രചനയായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ സി കെ ജാനു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഈ ആത്മകഥ എഴുതുന്നതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പിന്നെ ഈ പറയുന്ന എല്ലാ കാലത്തും ഈ ജാനുവിന്റെ സമരങ്ങളെ പിന്തുടരുന്നുള്ള ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അങ്ങനെയാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ മുത്തങ്ങ സമരവും, ആ സമയത്ത് ഞാൻ ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടറായിരുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് ഈ മുത്തങ്ങയിലെ ഈ സമരം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതിനു മുമ്പും ജാനുവിന്റെ സമരങ്ങളെയൊക്കെ സൗഹൃദം നോക്കിയിട്ടുണ്ട്. എന്റെ ഒരു പ്രൊഫഷണലിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പാർട്ട് ഈ പറയുന്ന വയനാട്ടിലെ ആദിവാസികള്, വയനാട്ടിലെ വനം അല്ലെങ്കിൽ കൃഷി എന്നൊക്കെ പറയുന്നത് ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ഇവരെ. അപ്പം ഇവരുടെ ഈ പറയുന്ന ഈ സമരത്തിന്റെ കൂടെ നിന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഘട്ടത്തിൽ ഈ സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ ഞാനും അതിൽ ഈ പറയുന്ന ജാനുവൊക്കെ ഉൾപ്പെട്ട കേസിൽ എന്നെയൊക്കെ പ്രതിയാക്കുന്നുണ്ട്. പിന്നീട് വലിയ ഒരു നിയമ പോരാട്ടത്തിലൂടെയാണ് ഞാൻ പിന്നെ അവിടുന്ന് പുറത്തു വരികയൊക്കെ ചെയ്തത്. അതല്ല ഇവിടുത്തെ കാര്യം. അപ്പൊ അങ്ങനെ വളരെ സജീവമായ ഒരു സമരത്തിന്റെ കഥ കൂടി ആണ്. മുത്തങ്ങ സമരത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ പ്രചരണങ്ങളുണ്ട്. അതിനെയൊക്കെ അപ്പം എന്തിനു വേണ്ടിയായിരുന്നു ഈ പുസ്തകം എഴുതേണ്ടത് എന്നുള്ളത്, ജാനുവിന്റെ പൊതുജീവിതം പോലും പലപ്പോഴും ദുരൂഹമാണെന്നുള്ള ഒരു ആരോപണം പല ഭാഗങ്ങളിലും ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു മറുപടി കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ സി കെ ജാനുവിന്റെ ആത്മകഥ എഴുതുക എന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നത് പല ആളുകള് പല ഘട്ടങ്ങളിലായിട്ട് സി കെ ജാനുവിന്റെ ജീവിതത്തെ കുറിച്ച് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പല തരത്തിൽ സി കെ ജാനു പിന്നെ എന്താ പറയാ സമൂഹത്തിന്റെ ഉള്ളിൽ മൊത്തം അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ആ നിലയ്ക്ക് സ്വാഭാവികമായിട്ടും സി കെ ജാനു തന്നെ അവരുടെ കഥ പറയണ്ടേ. അപ്പൊ ആ കഥകളൊന്നും തന്നെ അതിന് മുമ്പ് എഴുതിയപ്പെട്ട പല കഥകളും, സി കെ ജാനുവിനൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കപ്പെട്ട കഥകൾ, അല്ലെങ്കിൽ സി കെ ജാനു തന്നെ പറയുന്ന രൂപത്തിൽ വന്നിട്ടുള്ള പല കഥകളും പൂർണ്ണമല്ലെന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു കഥ വരുന്നത്. കാരണം ഈ മുത്തങ്ങയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിൽ നേരിട്ട് ദൃക്സാക്ഷിയായിട്ടുള്ള ഒരാളാണ് ആ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ എനിക്കറിയാം അവിടുത്തെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ ഏകദേശം ഒരു ചിത്രം. പക്ഷെ നമ്മൾ പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഈ പറയുന്ന പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ്. അപ്പോൾ നമ്മളുടെ മുന്നിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തിന് പോലും വ്യത്യസ്തമായിട്ടുള്ള 100 തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരികയാണ്, അത് ശരിയാണെന്ന് വിശ്വസിപ്പിക്കുകയാണ് ഒക്കെ ചെയ്തിട്ടുള്ളത്. കാരണം പല ലാഭവും പലർക്കും ഈ സി കെ ജാനു എന്ന് പറയുന്നത് അവരുടെ കഥകൾ, അവരുടെ സമരം എന്ന് പറയുന്നത് പലപ്പോഴും പിന്നെ പലർക്കും പിന്നെ അത് ഒന്നുകിൽ രുചിക്കുന്നതാണ്, അവർക്ക് ഒന്നുകിൽ അതിന്റെ പേരിൽ പിന്നെ അവർക്ക് പല നേട്ടങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ആയിരുന്നു. ഇപ്പൊ നമുക്കറിയാം ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ ഈ പുസ്തകത്തിൽ അതിന്റെ ഇതായിട്ട് പറയുന്നുണ്ട്. അതായത് മുത്തങ്ങ സമരം കഴിഞ്ഞിട്ട്
പിന്നെ അന്നത്തെ ആ സമരത്തെ മുന്നിൽ വെച്ചിട്ട് ആ സമരത്തെ വിൽക്കുകയാണ്, യഥാർത്ഥത്തിൽ വിറ്റിട്ടാണ് അടുത്ത ഗവൺമെന്റിന്റെ മാറ്റം വരുന്നത്. അത് ഇവിടെ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ വരെ പിന്നെ മുത്തങ്ങയിൽ നടന്ന ജാനു നയിച്ച സമരത്തിന്റെ പിന്നെ പോലീസ് നരവേട്ടെ, പോലീസിന്റെ അട്രോസിറ്റീസിനെ കുറിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെ വേറൊരു വിഭാഗം ആളുകളായിരുന്നു പിന്നെ ഈ അത് പ്രചരിപ്പിച്ചതെങ്കിൽ കേരളത്തിൽ മറ്റൊരു വിഭാഗം ആളുകൾ ഇവരെ ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷെ അവരിൽ നിന്ന് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കുറച്ച് പരാമർശങ്ങൾ മാത്രമാണ് ഈ പുസ്തകത്തിൽ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ ഈ മുത്തങ്ങയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ പിന്നീട് വന്ന ഗവൺമെന്റ്, ലെഫ്റ്റ് ഗവൺമെന്റ് എടുത്തിട്ടുള്ള വളരെ പ്രതിലോമകരമായിട്ടുള്ള കുറേ നിലപാടുകളുണ്ട്. കാരണം ഇതിൽ പറയുന്നുണ്ട് CK ജാനു, അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു ഒന്നര കുറച്ച് കാര്യങ്ങളിൽ, അതായത് പിന്നെ ഇല്ലാത്ത അതായത് ഈ വെടിവെപ്പ് നടന്ന കാലത്ത് അല്ലെങ്കിൽ ആ സംഭവം ഉണ്ടാകുന്ന അന്ന് പോലീസ് ചാർജ് ചെയ്യാതിരുന്ന മറ്റു പല കേസുകളും പിന്നീട് 2 കേസും കൂടി കൂടുതൽ ചാർജ് ചെയ്യുകയാണ്. ഒടുവിൽ വീണ്ടും ഈ ഗവൺമെന്റ്, ലെഫ്റ്റ് ഗവൺമെന്റ് മാറി വരുന്നിട്ടാണ് പിന്നീട് വരുന്ന ഗവൺമെന്റ് ആണ് ഈ പിന്നെ ഫോറസ്റ്റ് കേസുകൾ എഴുതി തള്ളാനുള്ള നടപടികളൊക്കെ ചെയ്യുന്നത്. ശരിക്ക് ഈ ആദിവാസികളുടെ ഈ ജാനുവിന്റെ ഈ പറയുന്ന രക്തം ചിന്തിയ ഈ സമരം ഉണ്ടല്ലോ, അതിനെ പിന്നെ വിറ്റ് അല്ലെങ്കിൽ അതിന്റെ പേരിൽ അധികാരം നേടുകയും ഒടുവിൽ അവർക്കെതിരായി അതിനെ ഉപയോഗിക്കുകയും ചെയ്യാന്നുള്ളൊരു ഹീനമായ തന്ത്രമൊക്കെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷനും കൂടി ഉണ്ടായിരുന്നു. ഈ പുസ്തകം യഥാർത്ഥത്തിൽ ഒരു വലിയ, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള, ജാനുവിനെ പലരും വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഓർഗാനിക് ലീഡറാണ് ജാനു ഒരു കഥ പറയുന്നത്, നമുക്കിപ്പോ നേരത്തെ തന്നെ നമ്മളടുത്ത് പറഞ്ഞ പോലെ തന്നെ ജാനു കഥ പറയുന്നത് ഒരു തരം അലങ്കാരങ്ങളും ഇല്ലാതെ, ഭാഷയുടെ ഒരു തരം ഒരു ഭാഷ പിന്നെ ഒരിക്കലും CK ജാനുവിന് ഒരു പ്രതിബന്ധമായിരുന്നിട്ടില്ല, ആവുന്നില്ല. അപ്പൊ വളരെ കൃത്യമായി അവരെ ഓർഗാനിക് ആയിട്ട് തന്നെ ജാനുവിന് ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട്. ഓരോ ചെറിയ സംഭവം പോലും ജാനുവിന് ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഓർമ്മിക്കുക, അത് മനസ്സിൽ നിന്ന് മാത്രമാണ്. അപ്പൊ ജാനു അതിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ഈ പുസ്തകത്തിൽ അടിമമൊക്കെയിൽ പറയുന്നുണ്ട്, പോലീസിന്റെ ഒരു പിന്നെ അക്രമത്തിനിടയിൽ അവര് സൂക്ഷിച്ചിരുന്ന ഡയറി കുറിപ്പുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നുണ്ട്. ഇപ്പം ഇതിന്റെ രചനയുടെ സമയത്തൊക്കെ നമ്മൾ ഞാനും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ പിന്നെ CK ജാനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ അവരുടെ ഈ പറയുന്ന ഈ വളരെ പിന്നെ കുഞ്ഞുകാലത്തുള്ള അനുഭവങ്ങൾ പോലും ഇങ്ങനെ ഈ ശരിക്കും അടുക്കി വെച്ചിരിക്കുകയായിരുന്നു അവരുടെ തലച്ചോറിൽ എന്നാണ് നമുക്ക് അതിങ്ങനെ അത് വളരെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് അവര് അത്രയും സാധാരണ നിലയിൽ ഇത്ര കലുഷിതമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ഒരിക്കലും സൂക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ കപ്പാസിറ്റി ഉള്ള ഒരു തലച്ചോറ് അവർക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതും അതിന്റെ ഒരു സത്യസന്ധത കൂടി നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ പറ്റും. ഇപ്പൊ ജാനു ഇതിൽ പറയുന്ന പല സംഭവങ്ങളെയും മറ്റൊരു രീതിയിലും കൂടി നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നില്ല. അതിന്റെ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞാൽ ഒരു അലങ്കാരവും ഇല്ലാതെ വളരെ ഓപ്പൺ ആയിട്ടാണ് ജാനു ഇതിൽ ഓരോ സംഭവത്തെയും പറയുന്നത്. ഓരോ സംഭവത്തെയും അവരുടെ കുഞ്ഞുകാലം മുതലുള്ള ഓരോ അനുഭവത്തെയും പറയുന്നത് ഈ പറയുന്ന രൂപത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അലങ്കാരമോ ഒന്നും അതിൽ അവര് പിന്നെ ഇതിൽ കലർത്തുന്നില്ല. എന്തെങ്കിലും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, കൂടുതൽ സങ്കീർണമാക്കാനുള്ള ഭാഷയുടെ സങ്കീർണത ഒന്നും ഉപയോഗിക്കാതെയാണ് വളരെ ലളിതമായ വാക്കുകളിലൂടെ ലളിതമായ വാചകങ്ങളിലൂടെയാണ് അവര് ഈ പറയുന്ന അവരുടെ കഥ ഈ അടിമമക്ക എന്ന പുസ്തകത്തിലൂടെ പിന്നെ വരുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു ഈ പറയുന്ന ഒരു ആത്മകഥാ ശാഖയിൽ ഒരു ഒരു പകരമില്ലാത്ത, അതിനു മുമ്പുള്ള നമുക്കൊരു അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ഒരു പിന്നെ ഒരു ശൈലി അല്ലെങ്കിൽ ഒരു സാധ്യത, ഒരു പുസ്തകമാണ് ഒരു ആത്മകഥയാണ് അടിമമക്ക എന്നാണ് ഇതിന്റെ ഒരു വായനയിൽ മാത്രമല്ല, ഞാൻ ഇതിൽ അദ്ദേഹം പറഞ്ഞ ഓരോ സംഭവത്തിനും ഇപ്പൊ ഇതിൽ പല സംഭവങ്ങളിലൂടെയും അതൊക്കെ അറിയുന്ന ഒരു മാധ്യമ പ്രവർത്തനം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതാണ് ഇതിനൊരു പ്രാഥമികമായിട്ട് നമുക്ക് പറയേണ്ടത്. ഒരു പുസ്തകത്തിന്റെ യഥാർത്ഥത്തിൽ ഇത് വായിക്കുന്ന ഒരു ആൾക്ക് അതിന്റെ ഒരു യഥാർത്ഥ ചിത്രം നമ്മുടെ ഒരു ഇത് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രൂപത്തിൽ വയനാട്ടിലെ ആദിവാസിയുടെ ഒരു ചരിത്രം അത് അവരുടെ കണ്ണിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന രൂപത്തിൽ, നമ്മുടെ കണ്ണിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന രൂപത്തിൽ വരച്ചു വെക്കാൻ കഴിഞ്ഞു എന്നുള്ളതും കൂടി ഈ അടിമമക്കടിയുടെ ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ഏതെങ്കിലും ഒരിടത്ത് നമുക്ക് സംശയം തോന്നുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറില്ല.
സംശയം തോന്നുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പലപ്പോഴും അവരുടെ ജാനു ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ഒരു സംശയമാണ് നമുക്ക് വരിക. കാരണം അത് അവരുന്നയിക്കുന്നത് മണ്ണിന്റെ ഒരു രാഷ്ട്രീയമാണ്. പലപ്പോഴും മനുഷ്യർക്ക്, നമ്മളുടെ ഇപ്പൊ ഈ കാലത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവാതെ പോയ ഒരു ഒരു രാഷ്ട്രീയമുണ്ട്. മണ്ണിന്റെ രാഷ്ട്രീയമുണ്ട്, പ്രകൃതിയുടെ രാഷ്ട്രീയമുണ്ട്, വിശപ്പിന്റെ ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പൊ ഇത് മനസ്സിലാവാതെ പോകുന്ന ഒരു രാഷ്ട്രീയത്തിലൂടെ മാത്രം ആ ഒരു വീക്ഷണത്തിലൂടെ മാത്രമേ ജാനുവിന്റെ ഈ ഒരു കഥയെ ഏതെങ്കിലും അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവാതെ, അല്ലെങ്കിൽ വായനക്കാർക്ക് മനസ്സിലാവാതെ പോകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിന്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് നോക്കുന്നത്, പലപ്പോഴും ഈ പറയുന്ന കഥയിൽ എന്തെങ്കിലും എന്താ പറയാ, കൂടുതൽ ഒരു ഇതായിട്ട് പറയുന്ന ഒരു സാഹചര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം വേദനയെക്കുറിച്ചുള്ള അതായത് അതികഠിനമായ വേദനയെക്കുറിച്ച് പറയാൻ ജാനു അനുഭവിച്ച പോലീസ് പീഡനത്തിന്റെ കഥയിൽ സഹപ്രവർത്തകരായിട്ടുള്ള കൂടെയുള്ള ആളുകൾ അനുഭവിച്ച പ്രശ്നത്തിന്റെ ഒക്കെ പേരിൽ അതിലൊക്കെ അവർ പുലർത്തിയിട്ടുള്ള ഒരു സത്യസന്ധത നമുക്ക് വ്യക്തമാവണം. കാരണം എനിക്കറിയാവുന്ന ഒരു സാഹചര്യം കൂടി, എനിക്ക് നേരിട്ടറിയാവുന്ന ചില സംഭവങ്ങൾ, ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വയനാട്ടിലെ ആദിവാസികൾ അനുഭവിച്ചിട്ടുള്ള നിരവധി അതിക്രൂരമായ പീഡനമുണ്ട്. മുത്തങ്ങയുടെ ഈ ഒരു സമരത്തിന് ശേഷം ഈ പറയുന്ന വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആദിവാസികൾ വലിയ തോതിൽ വർണ്ണവിവേചനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. ആദിവാസികളായത് മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നവര് ഉള്ള ആളുകളെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ ബലം മർദ്ദിച്ച് പോലീസ് ജീപ്പിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ അത് നേരിട്ട് കാണുന്നുണ്ട് ഈ സാധനം. ആദിവാസികളായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും അനുകൂലമായ നിലപാട് എടുക്കുന്നവരെ മുഴുവനും പോലീസിനെ വിട്ട് വേട്ടയാടിക്കുന്ന സമീപനം ഉണ്ടായിരുന്നു. ഇപ്പം യഥാർത്ഥത്തിൽ വയനാട്ടിലെ ആദിമ നിവാസികളായിട്ടുള്ള അതായത് വയനാടിന്റെ ഭൂമിക്ക് അവകാശികളായിട്ടുള്ള മനുഷ്യരെ ശത്രുക്കളായി കാണുകയാണ് പൊതുസമൂഹം എന്ന് പറഞ്ഞത്. അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും വ്യത്യാസമായിരുന്നില്ല. ഈ പറയുന്ന ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടികൾ മാത്രമല്ല, എല്ലാ പാർട്ടികളും ചേർന്നാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന 2023 ഈ പറയുന്ന മുത്തങ്ങയുടെ ആ സമരത്തിന് ആ ദിവസത്തിന് തൊട്ട് മുമ്പ് 17-ാം തീയതി നടന്നിട്ടുള്ള സമരഭൂമിയിലേക്ക് നടന്നിയ ഒരു വലിയൊരു മാർച്ച് ഉണ്ടായിരുന്നു. ആ മാർച്ചിൽ എല്ലാ പാർട്ടികളും വെടിവെച്ച് കൊല്ലണമെന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ വെടിവെച്ച് കൊല്ലാം എന്ന് പറഞ്ഞ് ആർത്ത് വിളിച്ച് ഈ സമരഭൂമിയിലേക്ക് കയറുന്ന സമൂഹത്തിന്റെ ഒരു ദൃശ്യമുണ്ട്. അപ്പൊ അത് സത്യത്തിൽ അത്ഭുതപ്പെടുത്തി പോയിട്ടുണ്ട്. കാരണം എന്തായിരിക്കും ഈ മനുഷ്യരോടുണ്ടായിരുന്ന സത്യസന്ധത. കാരണം ഈ പറയുന്ന വയനാട്ടിലെ മണ്ണിലേക്ക് എത്തിയിട്ടുള്ള ഓരോ മനുഷ്യനും ഭക്ഷണമോ അല്ലെങ്കിൽ ഭക്ഷണം തേടി എത്തുകയോ അല്ലെങ്കിൽ ഒരു നല്ല വായു തേടി എത്തുകയോ ചെയ്തിട്ടുള്ള മനുഷ്യന് ഇവരെങ്ങനെയാണ് ശത്രുക്കളായതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലായിരുന്നു അന്ന് ഈ മനുഷ്യരോട് പ്രകടിപ്പിച്ചിട്ടുള്ള വിരോധം അല്ലെങ്കിൽ ശത്രുത. അതിഭീകരമായിരുന്നു. അതിന്റെ പിന്നിലുണ്ടായിരുന്ന എന്തൊക്കെ താല്പര്യങ്ങളാണെങ്കിലും നമുക്കൊരു പരിഷ്കൃത സമൂഹം ഇന്ന് പോലും അവകാശപ്പെടാൻ കഴിയാത്ത നിലയിൽ അതായത് അതപ്പതിച്ച രീതിയിലുള്ള ഒരാൾക്കൂട്ടം തന്നെയായിരുന്നു അന്ന് വയനാട്ടിലെ പൊതു സമൂഹം എന്നാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇത് പലപ്പോഴും ഈ പുസ്തകത്തെ തള്ളിക്കളയുന്നത് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ആളുകളാണ്. ഇതിന്റെ പ്രാധാന്യത്തെ ഈ പറയുന്ന അടിമമക്ക പോലെയുള്ള ഒരു പുസ്തകം ഇക്കാലത്ത് രചിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒട്ടും അഭിമാനകരമായി കാണാവുന്ന ഒരു കാര്യമല്ല. കാരണം അത്രമാത്രം ദുരിതം അനുഭവിക്കേണ്ടി വന്ന മനുഷ്യർ നമ്മളുടെ നേരെ ഈ പുസ്തകം ഒരുപാട് ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി നിങ്ങൾ ജീവിച്ച ഈ ലോകത്ത്, നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കേണ്ടി വന്ന ഒരു മനുഷ്യരുടെ ചോദ്യം, സി.കെ. ജാനുവിന്റെ മാത്രമല്ല, അതിനേക്കാൾ ഭീകരമായിട്ട് പീഡനം നേരിട്ടിട്ടുള്ള മനുഷ്യരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ജാനു തന്റെ ആത്മകഥയിലൂടെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ജാനുവിന്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ഓരോ വിഷയവും യഥാർത്ഥത്തിൽ ഒരു ചോദ്യമായി തന്നെയാണ് ഈ സമൂഹത്തിന്റെ മുന്നിലുള്ളത്. ആ അർത്ഥത്തിലും യഥാർത്ഥത്തിൽ അടിമമക്ക എന്ന് പറയുന്ന ആത്മകഥ വളരെ എന്താ പറയാ, അതിന്റെ ദൗത്യം നിർവഹിക്കുന്നുണ്ട്. നമ്മളെ ഒരു എഴുത്താണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രത്യേകിച്ച് സാക്ഷരതാ പഠനത്തിലൂടെയാണ് സി.കെ. ജാനു ഈ പറയുന്ന ഈ പൊതുജീവിതത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പുള്ള ഒരു പൊതുജീവിതം ഉണ്ട് അവർക്ക്. ആ പൊതുജീവിതം പലപ്പോഴും വളരെ അത് നമുക്ക് പറയാൻ പോലും പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകയാകുകയാണ് അവർ എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്.
അത് എത്രത്തോളം അതിന്റെ വസ്തുനിഷ്ഠതയിലേക്കല്ല നമുക്ക് പോകുന്നത്. എന്തായാലും സി കെ ജാനുവിനെ പോലെയുള്ള ഒരാളെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകയായിട്ടൊന്നും അവർ അംഗീകരിക്കാൻ പോകുന്നില്ല. അതങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലുള്ള സ്ഥിതിഗതികൾ. ഇപ്പൊ എന്തായാലും അങ്ങനെ സ്ഥാനം ലഭിക്കാതെ പോയ മനുഷ്യരുണ്ട്. അത് ഏറ്റവും വയനാട്ടിലെ ആദിവാസികൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. അവരെ അഡ്രസ് ചെയ്യാൻ എത്രയോ വൈകിട്ടാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ആദിവാസി ക്ഷേമ സമിതി രൂപീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം അത്തരം ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പുസ്തകത്തിൽ ജാനു എന്ന് പറയുന്ന ഒരാളുടെ ജീവിതം മാത്രമല്ല, വയനാട്ടിലെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആദിവാസികള്, ചതിക്കപ്പെട്ടിട്ടുള്ള ആദിവാസികള്, വഞ്ചിക്കപ്പെട്ടിട്ടുള്ള ആദിവാസികള്, അല്ലെങ്കിൽ പീഡനത്തിന് വിധേയമാക്കപ്പെട്ടുള്ള ആദിവാസികൾ, ഇവരുടെയൊക്കെ അനുഭവം യഥാർത്ഥത്തിൽ ഇതിലുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ജാഥയ്ക്ക് നീളം വെപ്പിക്കാനുള്ള തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ജാനു തന്റെ പ്രസംഗങ്ങളിൽ മുഴുവൻ പറയാറുണ്ട്. അത് നമുക്ക് അറിയണം എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ജാഥയ്ക്ക് നീളം വെപ്പിക്കാൻ വേണ്ടി ആദിവാസിയെ ഉപയോഗിച്ചത് എന്ന് അവരുടെ ഈ ആത്മകഥയിൽ വളരെ വളരെ ടച്ചിങ് ആയിട്ട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു ആത്മകഥയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും വളരെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് ആത്മകഥയുടെ സത്യസന്ധത എന്ന് പറഞ്ഞത് അത് പൂർണ്ണമായി പുലർത്തുന്ന രീതിയിലാണ് സി കെ ജാനു ഈ പറയുന്ന ഈ അടിമമക്ക എന്ന് പറയുന്ന ഈ ഒരു അവരുടെ ആത്മകഥ പൂർത്തിയാക്കിയതും നമ്മുടെ മുന്നിലേക്ക് അത് ഒരു എന്താ പറയാ ചോദ്യമായി വന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹലോ സർ ഇതില് ഹലോ, ഞാൻ സാർ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തില് ഇതില് നമ്മളുടെ ഇപ്പോഴത്തെ നമ്മള് വനത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുള്ള ആദിവാസികൾ അനുഭവിക്കുന്ന അതേ പ്രശ്നം ഇപ്പോ അതിൽ നിന്ന് വിട്ടിട്ടുള്ള വനഭൂമി അല്ലാത്ത ഭൂമി കയ്യേറിയവർക്കും നേരിടേണ്ടി വരുന്നുണ്ട്. ഉദാഹരണത്തിന് കൃഷി നടത്തുന്ന ആളുകളെ സംബന്ധിച്ച്, കർഷകരെ സംബന്ധിച്ച് ഇപ്പൊ പന്നികളും കാട്ടുപന്നികളുടെ ആക്രമണം എന്നൊക്കെ പറഞ്ഞ് എന്നും നമ്മൾ വാർത്ത കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് അന്ന് അവരനുഭവിച്ച വളരെ സൗകര്യപൂർവ്വം അവർ ജീവിച്ചിരുന്ന ഒരു ജീവിതം ഇപ്പൊ അവർക്ക് കിട്ടുന്നില്ല. അവിടെ മണ്ണെടുക്കലും ക്വാറികളും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. ഇതിപ്പോ ആധുനിക സമൂഹം ഇപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ള ഒരു ഖേദം അവർ അതിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് പുസ്തകത്തില്. അത് എങ്ങനെയാണ് സർ അതിനെ വായിച്ചതെന്നൊന്ന് വിശദീകരിക്കാം? ഇത് കുറച്ചുകൂടി പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പം ഭൂമിക്ക് വേണ്ടിയുള്ള മനുഷ്യരുടെ ഒരു പോരാട്ടം എന്ന് പറയുന്നത് വളരെ നാളുകളായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് ഇപ്പം നമ്മളുടെ ഇവിടുത്തെ ഇപ്പം ഈ വന്യജീവി മനുഷ്യ സംഘർഷം എന്ന് പറയുന്ന ഒരു മാൻ അനിമൽ കോൺഫ്ലിക്റ്റ്, ഈ ഇതിനെക്കുറിച്ച് നമുക്ക് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് ഭൂമിയുടെ ഈ മനുഷ്യനും വന്യജീവികളും ഒക്കെ പിന്നെ വളർന്നു വരുന്ന എല്ലാ ഘട്ടത്തിലും ഇത് ഉണ്ടായിട്ടുണ്ട്. ഒന്നിച്ച് ജീവിച്ചിട്ടുള്ള ഒരു ഘട്ടത്തിൽ ഒരു കാലമാണ് നമ്മളുടെ പഴമ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം പിന്നെ ഇതിന് മാറ്റം വന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു കോൺസെപ്റ്റിൽ, നമ്മളുടെ ഒരു ചിന്താഗതിയിൽ വന്ന ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ സ്വഭാവം മാറ്റിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന് കാട് എന്ന് ചോദിച്ചത് അവര് മനസ്സിലാക്കിയ കാര്യങ്ങള് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ കൃഷി നശിപ്പിക്കുന്ന പന്നികൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിന് അവരൊരു ഉത്തരം പറയുന്നുണ്ട്. അതായത് കുറുക്കൻ ഈ ഇഞ്ചി കൃഷിക്ക് വേണ്ടിയിട്ട് അടിക്കുന്ന ഫ്യൂരിഡാൻ പോലുള്ള വിഷം, മാരകമായ വിഷം ഭക്ഷിച്ച് ഈ കുറുക്കന്മാര് ചത്തുപോകുന്നു. കുറുക്കനാണ് കാട്ടുപന്നി കുട്ടികളെ തിന്നുകൊണ്ടിരുന്നത്. ഈ കുറുക്കന്റെ വംശം നാശം വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കാട്ടുപന്നികൾ പെരുകി. ഇത് അവർക്കറിയാവുന്ന ആ വിദ്യ നമ്മള് ഇവിടെ ആധുനിക മനുഷ്യര് എന്ന് പറയുന്ന ആളുകളൊന്നും ഉപയോഗിച്ചില്ല എന്നുള്ള ഒരു ഇതാണല്ലോ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അത് അതിന്റെ ഒരു വേർഷൻ മാത്രം. ഞാൻ പറഞ്ഞത് മറ്റൊരു വേർഷനാണ്. അതായത് അതും കൂടി ഇത് അടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പാശ്ചാത്യ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട്, പാശ്ചാത്യ രീതിയിലുള്ള കോൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് കാട്ടിൽ മനുഷ്യരില്ലാത്തത്. ഇവിടെ മനുഷ്യനും കൂടി ഉൾപ്പെടുന്ന കാട്ടിലാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജീവിതം ഉണ്ടായിരുന്നത്. കാരണം പാശ്ചാത്യരെ വന്നതിന് ശേഷം ഏതായാലും 100-400 വർഷത്തെ വൈദേശിക ഭരണത്തിന്റെ ഭാഗമായി നമ്മളിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യരില്ലാത്ത കാട്
എന്നുള്ളത്. ഇപ്പം നമ്മളൊരു പുതിയൊരു വൈൽഡ് ലൈഫ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ കണ്ടെത്തൽ അനുസരിച്ചിട്ട് കടുവ സങ്കേതങ്ങളിൽ നിന്ന് മനുഷ്യരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഈ മാറ്റിപ്പാർപ്പിച്ച ഇടങ്ങളിൽ ഒന്നും തന്നെ കടുവകളുടെ എണ്ണം വർദ്ധിച്ചില്ലെന്ന് മാത്രമല്ല, അതിന്റെ എണ്ണം കുറയുകയും ചെയ്തു എന്നാണ്. മനുഷ്യരും കൂടി ഉൾപ്പെട്ടതാണ് കാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ കൂടി ആവാസ കേന്ദ്രമാണ് എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഇന്ത്യൻ സിസ്റ്റം മുഴുവൻ ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു തകർച്ച കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പുതിയതായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള രൂക്ഷമായി ഈ പറയുന്ന മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ജീവിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ പിന്നെ ഈ പറയുന്ന ജാനുവിന്റെ ഒക്കെ സമൂഹവും ജാനു ഉൾപ്പെടുന്ന ആളുകളുടെ സമൂഹവും വയനാട്ടിലെ പല വനത്തിനുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന സമൂഹങ്ങളും. അപ്പം അത് റിയലൈസ് ചെയ്യാൻ പോലും കഴിയാത്ത രൂപത്തിൽ അകൽച്ച സംഭവിച്ചതാണ്. കാട് എന്ന് പറയുന്നത് നാടും കാടും തമ്മിലുള്ള അകൽച്ച വർദ്ധിച്ചു, നാടും കാടും തമ്മിലുള്ള വിഭജനം ഉണ്ടായി. യഥാർത്ഥത്തിൽ വയനാട് പോലുള്ള സ്ഥലത്ത് അത് വിഭജനം പോലും അശാസ്ത്രീയമാണ്, ഒട്ടും ശരിയല്ല. അല്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു കൃത്യമായി വിഭജിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഒന്നിച്ചു ചേർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് കാടും നാടും തമ്മിൽ ഒരു മുറിച്ചു മാറ്റാൻ കഴിയാത്ത ഒരു ബന്ധമുണ്ട്. ഈ ബന്ധം റിയലൈസ് ചെയ്യാത്തതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം എന്നുള്ളത് വയനാട്ടിലെ ആദിവാസി ഗ്രൂപ്പുകൾ മുഴുവനും പറയുന്നുണ്ട്. അപ്പം അത് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൽ അവർ പറഞ്ഞത് അവരുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം പോലും ഈ മറ്റു സമൂഹത്തിന് മനസ്സിലായിട്ടില്ല എന്നുള്ളൊരു സത്യം കൂടിയാണ്. ഇപ്പൊ നമുക്കറിയാം, കാട്ടിലെ ഈ അതിജീവനത്തിന്റെ ഭാഗമായി നടക്കുന്ന സംഘർഷമായിട്ട് തന്നെയാണ് ആദിവാസികളിൽ പലരും ഈ പറയുന്ന വന്യജീവികളുടെ കടന്നുകയറ്റത്തെയും അത് ഉണ്ടാക്കുന്ന ശല്യത്തെയും കാണുന്നത്. മറിച്ച് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മളുടെ ബാഡ് ഗവേണൻസിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വനം മാനേജ്മെന്റ്, ഈ വനം മാനേജ്മെന്റിന്റെ ഒരു പ്രാക്ടീസിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഈ പറയുന്ന വന്യമൃഗ ശല്യം ഉണ്ടാവുന്നത്. ഇപ്പോൾ പറയുന്ന സോക്കോൾഡ് വന്യമൃഗ ശല്യം ഉണ്ടാവുന്നത് എന്നുള്ള സൂചന കൂടി ഈ ജാനുവിന്റെ ഈ ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ കൃഷിക്കാർ അങ്ങനെയാണ്. ഈ കൃഷിയെ യഥാർത്ഥത്തിൽ മനുഷ്യർ ഈ പറയുന്ന വലിയ തോതിലുള്ള കൃഷിയൊന്നും ആയിരുന്നില്ല അവരിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമുള്ള കൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനു പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് വൻകിട കൃഷി വരുന്നു. ഈ പറഞ്ഞ രാസവളം മുഴുവൻ ഇട്ടിട്ട് നമ്മുടെ വയലും പാടങ്ങളും ഇവർ ഭക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയി. എല്ലാ സാധനങ്ങളും നട്ടുപോയി. നമുക്കറിയാം, വയനാട്ടിലെ പണിയ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം കിഴങ്ങുകളായിരുന്നു. ഏതാണ്ട് ഭക്ഷണത്തിൽ 80% അവർ ഉപയോഗിച്ചിരുന്ന കിഴങ്ങുകളാണ്. ആ 80% കിഴങ്ങുകളും ബാക്കി 20% വിവിധ ഔഷധ ചപ്പുകളുമായിരുന്നു, ഇലകളുമായിരുന്നു. ഇപ്പൊ ഇതൊന്നുമില്ല. ആ സ്ഥാനത്തേക്കാണ് നമ്മൾ അവർക്ക് ധാന്യം കൊടുക്കുന്നത്. ഈ ധാന്യം ഉപയോഗിച്ചിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും സത്യത്തിൽ ഈ പറയുന്ന റേഷനൊക്കെ സുലഭമായി കൊടുക്കുമ്പോഴും വയനാട്ടിലെ പണിയ വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ, ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരിൽ നിരവധി ആളുകൾ അനിമിക്കാണ്. അനാരോഗ്യമുള്ള സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ പ്രസവിക്കുകയൊക്കെ ചെയ്യുന്നത്. അതായത് ശിശുഹത്യ നടക്കുന്നത്, ശിശു മരണം നടക്കുന്നുണ്ട്. ഈ ഗർഭസ്ഥ ശിശുക്കൾ മരിച്ചു പോകുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാകുന്ന യഥാർത്ഥത്തിൽ ഇവരുടെ ഭക്ഷണ ശൃംഖല, ആ പറയുന്ന ഒരു സിസ്റ്റം തന്നെ തകർന്നു പോയിരിക്കുന്നു. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഭക്ഷണം അവർക്ക് കിട്ടുന്നില്ല. ഇതിന്റെയൊക്കെ യഥാർത്ഥത്തിൽ ഈ പറയുന്നുണ്ട്. കാരണം ജാനുവിന്റെ അമ്മ കാട്ടിൽ പോയി കിളച്ചു കൊണ്ടുവരുന്ന ഈ പറയുന്ന കിഴങ്ങ്, അത് അന്ന് സഫീഷ്യന്റ് ആയിരുന്നു ഒരു ഘട്ടത്തിൽ. പിന്നീട് അതും നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പൊ ഈ പറയുന്ന വയനാട്ടിലെ കേരളത്തിലെ ഏറ്റവും വലിയ ST പോപ്പുലേഷൻ പണിയരുടേതാണ്. അവര് ഭക്ഷിച്ചുകൊണ്ടിരുന്ന ആ കിഴങ്ങ് 1% പോലും ഇന്നില്ല എന്നുള്ള, ഏതാണ്ട് 30 തരം കിഴങ്ങുകൾ വയനാട്ടിൽ മാത്രം ഉണ്ടായിരുന്നു എന്നുള്ള ചില കണക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെയാണ് ഈ സമൂഹങ്ങൾ മുഴുവനും ഈ പറയുന്ന ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത്. ഇവരുടെ ഈ പറയുന്ന ആയുർദൈർഘ്യം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരുപാട് പഠനങ്ങളും വന്നിട്ടുണ്ട്. നമ്മുടെ ഒപ്പം പുസ്തകം വായിച്ചിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടാകും. അവർ ദയവായി ചർച്ചയിൽ പങ്കെടുക്കാൻ വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പുസ്തകത്തിലെ വളരെ ഹൃദയത്തെ തൊടുന്ന ഒട്ടേറെ സംഭവങ്ങൾ ജാനു വിവരിച്ചിട്ടുണ്ട്. അത് പട്ടിണി കാരണം, കുടുംബപട്ടിണി, ദാരിദ്ര്യം കാരണം അച്ഛന് 5ാമത്തെ 6ാമത്തെ വയസ്സിൽ അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്. അനിയത്തി മുത്ത പട്ടിണി കൊണ്ട് ഒരിക്കൽ ബോധം കെട്ട് നശിച്ചു വീഴുന്ന ഒരു സംഭവം വിവരിച്ചിട്ടുണ്ട്. 10ാം വയസ്സിൽ ജന്മിയുടെ കൂലിപ്പണിക്കാരിയായി 1 രൂപയ്ക്ക് ജോലി എടുക്കാൻ ആരംഭിച്ച ജാനുവിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. അവിടെ ഗ്ലാസ് കഴുകി കമിഴ്ത്തി വെക്കണം. അവിടെ ആഹാരം, ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇരുന്നിടം വെള്ളമൊഴിച്ച് ശുദ്ധമാക്കണം. അതായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ. ഒരു കാലഘട്ടത്തിലെ അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളാണിത്.
ജാനു ഒരിക്കൽ തിരിച്ചു വീട്ടിലേക്ക് വരുന്ന വഴിയിൽ സിക്കിൾ സെൽ അനീമിയ ബാധിച്ച ഒരു പെൺകുട്ടിയെ കാണുന്നു. അച്ഛനും അമ്മയുമില്ല. വീട്ടുകാർ ബന്ധുക്കൾ ഉപേക്ഷിച്ചു. ആ കുട്ടിയെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരുന്നു. ഇടയ്ക്കൊക്കെ ടൈഫോയിഡ് വരും, ചിലപ്പോൾ ആശുപത്രിയിൽ കിടക്കും. ആ കുട്ടിയെ എത്രയോ വർഷം ജാനു വീട്ടിൽ സംരക്ഷിച്ച ഒരു സംഭവവും വളരെ നമ്മളെ ഹൃദയത്തെ തൊടുന്നതാണ്. മാത്രമല്ല പിന്നീട് നടത്തിയിട്ടുള്ള ഒട്ടേറെ സമരങ്ങളിൽ ജാനു കൃഷി ചെയ്തുണ്ടാക്കിയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സീനുണ്ട്. അത് വള വിൽക്കുന്നുണ്ട്, മാല വിൽക്കുകയോ പണയം വിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒട്ടേറെ സംഭവങ്ങൾ അതേക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം, അത് മുത്തങ്ങ സമരത്തോട്, അത് രാംദാസും പറഞ്ഞു, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ ഒരു സമീപനമാണ്. അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, അതിലെ മുത്തങ്ങ സമരം തീവ്രവാദ സമരമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് വയനാട്ടിലെ, എനിക്കറിയാം, താങ്കൾക്കും എനിക്കും അറിയാവുന്ന പത്രലേഖകർ പടച്ചുവിട്ട ഉമ്മാക്കി കഥകളുണ്ട്. എനിക്ക് 2 പത്രങ്ങളുടെ പേര് ഞാൻ വേണമെങ്കിൽ പറയാം. ഒന്ന് ദേശാഭിമാനിയും ഒന്ന് മംഗളമാണ്. അത് എം ഗീതാനന്ദൻ്റെ സാന്നിധ്യം കാരണം ആയിരിക്കാം. ഈ പച്ചക്കള്ളം അവർ പ്രചരിപ്പിച്ചു. അത് ഈ ആന്ധ്രയിലെ നക്സൽ ഗ്രൂപ്പുകളുടെ മാതൃകയിൽ മുത്തങ്ങ കേന്ദ്രമാക്കി സ്വതന്ത്ര കമ്മ്യൂണിസ്റ്റ് രാജ്യമോ പ്രദേശമോ സ്ഥാപിക്കാനാണ് ശ്രമം എന്നായിരുന്നു ഈ വാർത്തകളുടെ അടിസ്ഥാനം. അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ മുത്തങ്ങയിലെ സമരഭൂമിയിൽ ഈ കഞ്ചാവും മയക്കുമരുന്നും മദ്യവും ഒക്കെ നിരോധിക്കാൻ വേണ്ടി, കൊണ്ടുവരുന്നത് തടയാൻ വേണ്ടി അവർ തകരപ്പാടിയിൽ സ്ഥാപിച്ച ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിലേക്ക് മാധ്യമപ്രവർത്തകരെ കയറ്റിവിട്ടില്ല എന്നൊക്കെ ആയിരുന്നു ഇവരുടെ ആരോപണം. പക്ഷെ ജാനു ഇതിൽ പറയുന്നത് അവിടെ വന്ന മാധ്യമപ്രവർത്തകരോടൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയൊരു ഭീകര അന്തരീക്ഷം ഉണ്ടാക്കി. കേരളത്തിൽ ഇങ്ങനെയൊരു നക്സൽ സമരം വരുന്നു, സായുധ സമരം വരുന്നു എന്ന് മാധ്യമങ്ങളിലൂടെ നിരന്തരം പ്രേരിപ്പിച്ചു. നമ്മുടെ ഇപ്പോഴും വലിയ പരിസ്ഥിതിവാദികളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന എൻ്റെയും രാംദാസിൻ്റെയും ഒക്കെ ചില സുഹൃത്തുക്കളുണ്ട്. അത് വയനാട് പരിസ്ഥിതി സംരക്ഷണ സമിതി എന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത് ആനത്താരയ്ക്ക് വേണ്ടി അത് സർക്കാർ നിശ്ചയിച്ച സ്ഥലമാണ്. മുത്തങ്ങയിൽ സമരം നടക്കുന്ന പ്രദേശം, അത് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അത് മാത്രമല്ല ദേശാഭിമാനിയിലൊക്കെ ഇവരെ കോട്ട് ചെയ്ത് വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇവർ സമരം ആരംഭിച്ച ശേഷം നാഷണൽ ഹൈവേയിലൂടെ വന്യജീവികൾ പേടിച്ചോടി എന്നൊക്കെ പറഞ്ഞ് അതിഭീകരമായ കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സമരത്തെ ഈ സർക്കാരിൻ്റെ സായുധ ഇടപെടലിന് വഴിയൊരുക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പം ചില മാധ്യമ പ്രവർത്തകരും പങ്കുവഹിച്ചിട്ടുണ്ട്. അതിൽ അവരുടെ അജ്ഞത ഒരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് വിശ്വസിക്കുന്നു. കാര്യം ഇവിടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് ഇത് ആദിവാസികൾക്ക് വിതരണം ചെയ്യുന്നത് പ്രദേശം ഷെഡ്യൂൾഡ് ഏരിയ ആയിട്ട്, ആദിവാസികൾക്ക് കർണാടകത്തിലൊക്കെ ഷെഡ്യൂൾഡ് ഏരിയ ഉണ്ട്. അത് ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ്. ഷെഡ്യൂൾഡ് ഏരിയ ആയി പ്രഖ്യാപിക്കണം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള അജ്ഞത കാരണമായിരിക്കാം ഈ കള്ള കഥകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഒരുപക്ഷെ ചർച്ചയുമൊന്നും ഇല്ലാതെ പോലീസിൻ്റെ ഇടപെടലിനും ഭീകരമായ നരനായാട്ടിനും ജോഗിയുടെയും വിനോദിൻ്റെയും രക്തസാക്ഷിത്വത്തിനും പലരുടെയും ജീവിക്കുന്ന രക്തസാക്ഷിത്വത്തിനും വഴിയൊരുക്കിയത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. രാംദാസ് എന്ന് പറയുന്നത് അതേക്കുറിച്ച്. അല്ല, അപ്പോൾ അതിൽ എനിക്കൊരു കാര്യം അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണെങ്കിൽ ഇത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു വാസ്തവം എന്നുള്ളത്. പക്ഷെ അതിനേക്കാൾ രൂക്ഷമായിരുന്നു പല കാര്യങ്ങളും. ഇപ്പം ഈ മുത്തങ്ങയിൽ വെടിവെപ്പ് നടക്കുന്ന ദിവസം ഈ പറയുന്ന ഒരു പോലീസുകാരൻ കൊല്ലപ്പെടാനുണ്ടായിട്ടുള്ള ഒരു കാരണം, മരണപ്പെടാനുണ്ടായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ജാനു ഇതിൽ പറയുന്നത് തന്നെയാണ് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ ഒരു സമയത്ത് ഏതാണ്ട് ഒരു 10 മീറ്റർ അകലെ ഈ പറയുന്ന സമരക്കാരും ഈ പറയുന്ന ബന്ദികളാക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ പോലീസുകാരും ഒരു വനം വകുപ്പുകാരനൊക്കെ ഇങ്ങനെ അവശ നിലയിൽ കിടക്കുന്നുണ്ട്. അപ്പം നമ്മളായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ജാനുവിനെ അന്ന് ഞാൻ അവിടെ ആ സമയത്ത് കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ അവിടെ സമരത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അശോകൻ എന്ന് പറയുന്ന ആള്, ബാക്കി എനിക്ക് ഞാൻ വയനാട്ടുകാരൻ തന്നെ ആയതുകൊണ്ടും ഞാൻ എനിക്ക് എന്താണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ സമരത്തിന്റെ ഇടയിൽ ഏതാണ്ട് 25 സ്റ്റോറികൾ ഡെയിലി ഓരോ സ്റ്റോറി വെച്ച് ഞാൻ ഏഷ്യാനെറ്റിൽ റിപ്പോർട്ടർ ആയിരിക്കും എനിക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്.
അപ്പൊ നമുക്ക് അവിടെയുള്ള ആളുകളെ മുഴുവൻ എനിക്കറിയാം. എൻ്റെ വീടും ആ പ്രദേശത്ത് തന്നെ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ബന്ധമുണ്ടായിരുന്നു. അപ്പൊ ആ നിലയിൽ എനിക്ക് ഈ ആളുകളെ മുഴുവൻ അറിയാം. അപ്പോൾ ഇയാളുടെ അവശ നില കണ്ട് ഇവർക്ക് ഒരു ട്രീറ്റ്മെന്റ് നൽകണം എന്ന് നമ്മൾ പല രീതിയിൽ ആവശ്യപ്പെട്ടു. ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ ഇവരോട് വിളിച്ചിട്ട് അവർക്ക് എന്തായാലും ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് പറയുകയും അവർ സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ട് ഇവരുടെ ഒരു അവസ്ഥ കാണാൻ വേണ്ടി 2 പത്രപ്രവർത്തകരെ വിളിച്ചുകൊണ്ടുപോകാൻ വേണ്ടി അവർ ഈ പറയുന്ന സമരക്കാർ കൊണ്ടുപോയി അവരെ കാണിക്കുകയൊക്കെ ചെയ്യും തിരിച്ചു വരുന്നത്. ഞാൻ വ്യക്തിപരമായി തന്നെ ഈ പറയുന്ന അന്നത്തെ ഈ പറയുന്ന ആക്ഷന് നേതൃത്വം കൊടുത്തിട്ടുള്ള DYSP ആയിരുന്ന ഉണ്ണി എന്ന് പറയുന്ന ആളടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ അവർ എന്ത് തരം വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവും. പക്ഷേ അപ്പോൾ അതായത് ഡോക്ടർമാരുടെ സംഘം അങ്ങോട്ട് പോകാൻ തയ്യാറായെങ്കിലും ഇവർ പറഞ്ഞു, പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം എടുക്കാൻ പറ്റില്ല എന്ന് പറയുകയും അവർ പിൻവാങ്ങുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അവരുടെ ജീവൻ രക്ഷിക്കുകയായിരുന്നു എന്തെങ്കിലും ലക്ഷ്യമായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലീസുകാരുടെ മരണം അവിടെ സംഭവിക്കില്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതിനൊന്നും പരിഗണിച്ചില്ല. കേവലം ഒരു പോലീസ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ പോലും ഈ പറയുന്ന സമരക്കാരുമായിട്ട് സംസാരിക്കാൻ തയ്യാറായില്ല എന്നുള്ള ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയും കൂടി അവിടെ ഉണ്ടായിരുന്നു. ഒരാളും തയ്യാറായില്ല. നേരിട്ട് ഈ സുരേഷ് രാജ് പുരോഹിതന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വന്ന് ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ നേരിട്ട് വെടിവെച്ചിട്ടാണ് ഈ പറയുന്ന ജോഗി കൊല്ലപ്പെടുകയൊക്കെ ചെയ്തത്. പിന്നെ ഈ ആളുകളുടെ മരണസംഖ്യ സംബന്ധിച്ചിട്ട് ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്. ഈ സംശയം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കാഴ്ചയിലാണ്. ഞാൻ ഈ ഒരു സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായിട്ടുള്ള ആളെന്നുള്ള ഞാനിപ്പോഴും വലിയ രീതിയിൽ സംശയിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ മരണസംഖ്യ ഇതിൽ ഉയർന്നിട്ടുണ്ടാവുന്നു. ഇപ്പൊ CK ജാനു പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ അതിൽ സമാധാനിക്കുകയാണ്. കാരണം അതിനേക്കാൾ വലിയൊരു അതായത് കല്ലെടുത്തെറിഞ്ഞാൽ പിന്നെ മരിക്കാവുന്ന അകലത്തിൽ നിന്നാണ് നിരന്തരമായിട്ട് വെടിയുതിർക്കുന്നത്. എത്ര റൗണ്ട് എന്നുള്ള കണക്കൊന്നുമില്ല. ഒരു വലിയ ഒരു തൃശ്ശൂർ പൂരത്തിനൊക്കെ ഉപയോഗിക്കുന്നത് പോലൊരു അത്രയും നമ്പേഴ്സ് ഓഫ് ബുള്ളറ്റ്സ് ആണ് ഉപയോഗിച്ചത്. റബ്ബർ ബുള്ളറ്റ് കൊണ്ടിട്ടാണ് മരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളാണ് പിന്നീട് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതിൽ കൂടുതൽ ഒരുപാട് ഉണ്ടാവാം. പിന്നെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള മരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നിരവധി ആളുകൾ ഈ കേസിന്റെ പല ഘട്ടങ്ങളിലും മരിച്ചു. ഈ ആളുകളുടെ ഒക്കെ മരണം എന്ന് പറയുന്നത് അകാലത്തിലുള്ള മരണമാണ്. ഈ മരണമൊക്കെ യഥാർത്ഥത്തിൽ ഈ മുത്തങ്ങയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത് തന്നെയാണ്. അപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള സാധനം ഇത് യഥാർത്ഥത്തിൽ നമ്മളുടെ ബുദ്ധി കേന്ദ്രങ്ങളിലും അതായത് ഇടത് ബുദ്ധി കക്ഷികൾ, അതായത് ഇടത് ബുദ്ധിജീവികൾ വരെ ഈ പറയുന്ന രൂപത്തിൽ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്നു. പല പരിസ്ഥിതി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം, സുഗതകുമാരി പോലും യഥാർത്ഥത്തിൽ ഈ കാട്ടിൽ നിന്ന് ഒഴിവായി പോകണം എന്ന് പറയുന്ന ഒരു ഗണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വലിയ ഒരു ക്യാമ്പയിൻ ഈ പറയുന്ന ആദിവാസികൾക്കെതിരായിട്ട് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ രാംദാസെ, തിരുവനന്തപുരത്ത് കുടിൽ കെട്ടി സമരം നടന്നപ്പോൾ ആദിവാസികൾ നഗരം വൃത്തികേടാക്കി എന്ന് പറയുന്ന ദ്രോഹികളാണ് ഇവരിൽ പലരും. അതെ, അങ്ങനെയാണ്. നമുക്കത് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇവിടെ പ്രകൃതി സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തിയതിനെതിരായിട്ട് OV വിജയൻ പോലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഞാനും കാട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് പ്രസ്താവന ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് അത് തിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വൻതോതിലുള്ള കള്ളപ്രചാരണങ്ങൾ നടത്തുകയും അങ്ങനെ പ്രചാരണം നടത്തുകയും അന്ന് പോലീസിന് വേണ്ടി മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടുകയും ഒറ്റിക്കൊടുക്കുകയും അവർക്ക് വേണ്ടി പോലീസിന് വേണ്ടിയിട്ട് സിന്ദാബാദ് വിളിക്കുകയും ചെയ്ത ആളുകൾ ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകരായിട്ട് വലിയ മാധ്യമ പ്രവർത്തകരായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ വലിയ മാധ്യമ പ്രവർത്തകരും പരിസ്ഥിതി സംരക്ഷകരും ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളായിട്ട് ഇപ്പോഴും നടക്കുന്ന ആളുകളുണ്ട്. വലിയ ആളുകളാണ്. ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ ഇപ്പോഴും ഏതൊക്കെയോ വലിയ പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ നമ്മളെ ഈ യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിന് ഈ ഇത്തരം ഒരു ദുരന്ത സ്ഥലത്താണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിലെ മനുഷ്യരുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാവുക. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയാണ് അന്ന് കടന്നുപോയത്. നമുക്കത് നമുക്ക് വിവരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അതിഭീകരമായിട്ടുള്ള ഒരു അതിക്രമമാണ്. നമുക്കൊരു സമാനതയില്ല യഥാർത്ഥത്തിൽ മുത്തങ്ങയുടെ ആ കാലത്ത് നടന്നിട്ടുള്ള ഈ അതിക്രമങ്ങൾക്ക്, ആ മനുഷ്യർക്ക് നേരെ കാണിച്ചിട്ടുള്ള അതിക്രമങ്ങളിൽ. അതായത് എന്താണ് ഭൂമി എന്ന് പോലും, അതായത് ഭൂമി വിൽക്കാൻ പറ്റിയ, നമ്മളിപ്പോ ഭയങ്കരമായിട്ട് കവിത എഴുതുകയും ഈ അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസിന്റെ നാശത്തെ കുറിച്ച് സംസാരിക്കുകയും, അതായത് നമ്മൾ സിയാച്ചിൻ മൂപ്പന്റെ പ്രസ്താവനയെ കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്ന ഇടത് കക്ഷികളായിട്ടുള്ള ആളുകൾ നമ്മളെ മുന്നിലൂടെ 10ഉം 40ഉം വയസ്സുള്ള മനുഷ്യർ മരിച്ചുപോയി ഒരു സമൂഹം തന്നെ ഇല്ലാതാവുന്നത് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ഒരു കവിതയുമില്ല. അത്ര, അതായത് ഭയങ്കര കാപട്യമുള്ളൊരു സമൂഹത്തിന്റെ ഏറ്റവും നിശിതമായ എന്താ പറയാ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് വയനാട്ടിൽ ഈ സംഭവത്തെ കാണാൻ കഴിയും. ഏറ്റവും ഭീകരമായിട്ടുള്ള കാര്യം അതിനുശേഷം ഇതിനെ
ഈ പോലീസ് അട്രോസിറ്റി എന്നൊക്കെ പറഞ്ഞ് വലിയ ദുഃഖം രേഖപ്പെടുത്തിയവരൊക്കെ അക്കാലത്ത് എടുത്തിട്ടുള്ള നിലപാടുകൾ എന്തായിരുന്നു? അത് സാംസ്കാരിക എന്താണ് നേതാക്കന്മാരും പരിസ്ഥിതി പ്രവർത്തകരും എത്രയും ദ്രോഹികളാണ് എന്ന് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ സംഭവമാണ്. ആദിവാസികൾ പിന്നെ വനത്തിന് തീയിട്ടു എന്ന് പറയുന്ന പോലീസിൻ്റെ കള്ളക്കഥ. ഇത് വെടിവെപ്പിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഫോറസ്റ്റുകാർ ഗുണ്ടുകളെ കൊണ്ടുവന്ന് ആനപ്പിണ്ടത്തിൽ, ഉണങ്ങിയ ആനപ്പിണ്ടത്തിൽ മണ്ണെണ്ണ ഒഴിച്ചു തീ കൊളുത്തി, എന്നിട്ട് കുടിലുകളും പിന്നെ വനഭൂമിയും നശിപ്പിച്ചു, കത്തിച്ചു എന്ന് പറയും. അതുപോലും ആദിവാസികളുടെ മേൽ ചാരി വെച്ചിട്ടാണ് അന്ന് പരിസ്ഥിതി പ്രവർത്തകരും സാംസ്കാരിക നായരും ഒക്കെ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. എനിക്ക് നന്നായിട്ട് ഓർക്കുന്നുണ്ട് ഞാനത്. തീർച്ചയായും അത് തന്നെയാണ് അതിന്റെ ഒരു. പിന്നെ നമുക്കൊരു കൂടുതൽ അതിൽ ആഡ് ചെയ്യാനൊന്നുമില്ല. പലപ്പോഴും നമ്മളിത് പറഞ്ഞും ഇതൊക്കെ നമുക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റാതെ, ഇപ്പൊ നമ്മൾ അങ്ങനെ നടന്നിരുന്നത് പോലും നമ്മൾ വിശ്വസിക്കാൻ പ്രയാസമുള്ള രീതിയിലായിരുന്നു ആ ഒരു കാലം കടന്നു പോയതെന്നാണ് നമുക്ക് ആ കൂടി ഇപ്പൊ അവസാനമായിട്ട് പറയാനുള്ളൂ. അത് ഇപ്പോൾ എനിക്ക് ഒരു സി കെ ജാനുവിൻ്റെ ഒരു രാഷ്ട്രീയ പരിണാമങ്ങളുടെ അവസാനം, ഇപ്പോൾ UDF-ലെ അസോസിയേറ്റ് മെമ്പറാണ് സി കെ ജാനുവിൻ്റെ രാഷ്ട്രീയ പാർട്ടി. അന്ന് ഇതിന് നേതൃത്വം കൊടുത്തത് AK ആൻ്റണി സർക്കാരാണ്. വനം വകുപ്പ് മന്ത്രി K സുധാകരൻ സ്പീക്കറെ കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ട് അതിനകത്ത്. ഇവരെ വെടിവെച്ച് കൊല്ലണം എന്ന് പ്രസ്താവന ഇറക്കി. വർക്കല രാധാകൃഷ്ണൻ അല്ല 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 സ്പീക്കർ തിരുവഞ്ചൂർ അല്ലേ? അല്ല, വർക്കല അല്ലല്ല, അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ആണല്ലോ. കോൺഗ്രസ് ഗവൺമെന്റ് വക്കം പുരുഷോത്തമൻ സാർ, സോറി, വക്കം പുരുഷോത്തമനാണ്. അപ്പം എനിക്ക് സി കെ ജാനു കേൾക്കുന്നുണ്ടാവും എന്ന് എൻ്റെ വിശ്വാസം. എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു, ഇത് UDF-ൻ്റെ VD സതീശൻ്റെ ഗവൺമെൻറ്, പുതിയ UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. അസോസിയേറ്റ് മെമ്പർഷിപ്പ് സി കെ ജാനുവിൻ്റെ പാർട്ടിക്കുണ്ട്. AK ആൻ്റണി പിന്നെ VD സതീശന് നല്ല ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ സായന്തനത്തിൽ എങ്കിലും അന്ന് ഈ മുത്തങ്ങയിലെ ആദിവാസികൾക്ക് നേരെ വെടിയുതിർക്കാൻ ഉത്തരവ് കൊടുത്തതിൽ AK ആൻ്റണിക്ക് ഇപ്പോഴെങ്കിലും മനസ്താപമുണ്ടോ എന്ന് സി കെ ജാനുവിന് ചോദിക്കാൻ പറ്റിയ സമയം ഇപ്പോഴാണ്. ഇപ്പോഴെങ്കിലും അത് ചോദിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് എന്താ പറയുക, അത് ഓൾറെഡി AK ആൻ്റണി കുറച്ചുകൂടി സത്യസന്ധമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഈ കഴിഞ്ഞ മുത്തങ്ങയിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു നമുക്കൊരു സത്യത്തിൽ ഈ രാഷ്ട്രീയ രംഗത്ത് നിന്ന് കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയിൽ, അതായത് ഈ പറയുന്ന വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സി കെ ജാനുവിനെ അവർ അസോസിയേറ്റ് മെമ്പറാക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന ഒരു അത്ഭുതത്തോടുകൂടി കാണുന്ന ഒരാളാണ്. കാരണം ഈ പറയുന്ന LDF-ന്റെ മുന്നണിയിൽ ഈ അപേക്ഷ കൊടുത്ത് മാസങ്ങളോളം, ഒരു കൊല്ലത്തോളം, ഒരു വർഷങ്ങളോളം കാത്തിരുത്തിയിട്ടുണ്ട്. അപേക്ഷ കൊടുക്കുകയും എന്നിട്ട് ആ സമയത്ത് 4 യൂണിയനുകൾ, 4 പാർട്ടികൾ എടുത്തു ഇവരുടെ അപേക്ഷ നിലനിൽക്കെ തന്നെ. അതിലെടുത്ത പാർട്ടികളെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന് R ബാലകൃഷ്ണപിള്ളിയുടെ പാർട്ടിയാണ് ഒന്ന് LDF-ൽ എടുത്തത്. പിന്നെ ഫ്രാൻസിസ് ജോർജിന്റെ പാർട്ടിയെ എടുത്തു. ആ ഘട്ടത്തിലാണ് 5 അപേക്ഷകളിൽ 4 എണ്ണം എടുക്കുകയാണ്. ഒന്ന് വീരേന്ദ്രകുമാറിന്റെ റീ എൻട്രി ആണ്. പിന്നെ 4-മത്തത് INL-നെ ആയിരുന്നു എടുത്തത്. INL-ന്റെ കാര്യത്തിൽ മാത്രം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂലം ഉണ്ടാകും. കാരണം കുറെ വർഷങ്ങളായിട്ട് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു പാർട്ടി നിലനിൽക്കും. ഈ 4 പേരെയും സ്വീകരിക്കുകയും സി കെ ജാനുവിനെ കുറിച്ചുള്ള നിശബ്ദത പാലിക്കുകയും ചെയ്തു. അതുണ്ട്. ഈ VD സതീശന്റെ അടുത്ത് ഇതിനു മുമ്പ് ഈ പറയുന്ന ഈ UDF-ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കണം, ഈ പറയുന്ന ജനാധിപത്യ സംവിധാനമായിട്ട് കൂടുതൽ ചേർന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ ഭാഗമായി അതിനു വേണ്ടി ശ്രമിച്ചതാണ്. അപ്പോഴും ഈ പറഞ്ഞത് ഇതാണ്. പക്ഷെ ഇതൊക്കെ ഇവരെ തള്ളിക്കളയുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ജാനു ഈ പറയുന്ന മതേതര വിരുദ്ധമായി പ്രവർത്തിച്ചെന്നും ഈ പറയുന്ന NDA-യുടെ കൂടെ പോയി എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് ഈ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ അവർക്ക് ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ സത്യത്തിൽ ആശ്വാസകരമായി തോന്നിയത് AK ആന്റണി ഈ പറയുന്ന ഈ കഴിഞ്ഞ ഇടയിൽ പറഞ്ഞിട്ടുള്ളതാണ്, തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞത്. അതിൽ പാശ്ചാത്തപിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ആശ്വാസമായി കാണേണ്ടതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കാര്യങ്ങളിൽ. അതെന്തായാലും ആന്റണി സർക്കാർ അതിനുശേഷം ഭൂവിതരണം ആരംഭിച്ചു എന്ന് ജാനു തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവരിലൊക്കെ കേസുകൾ എഴുതി തള്ളിയത്, ഫോറസ്റ്റ് കേസുകൾ എഴുതി തള്ളിയത്, ബാക്കിയുള്ള കേസുകൾ ഒക്കെ എഴുതി തള്ളാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്താണ്. പിന്നീട് വന്ന UDF ഗവൺമെന്റാണ്. പക്ഷേ ഇത് ആന്റണിക്ക് ഒഴിവാക്കായിരുന്നു. ആന്റണി ചില സമയം, ആന്റണിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ചില സമയങ്ങളിൽ അദ്ദേഹം വേണ്ട വിധം
തീരുമാനങ്ങൾ എടുത്തില്ല എന്നുള്ളത്. അപ്പം ഞാനത് സംഭവങ്ങൾ മുഴുവൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായം അങ്ങനെയാണ്. കാര്യം അത് നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ഉണ്ടാകുമായിരുന്നില്ല. ചർച്ച നടത്തട്ടെ. തർക്കമില്ല, അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇത്രയും സൗഹാർദ്ദപരമായ ഒരു സമരത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അന്നത്തെ മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മ ചീരവിത്ത് കൊടുത്തയക്കുന്നുണ്ട് ഇവിടെ മുത്തങ്ങയിൽ വിതയ്ക്കാൻ വേണ്ടിയിട്ട്. അത്രയും സൗഹാർദ്ദപരമായി നടന്നിട്ടുള്ള ഒരു സമരമാണ്. ഞാൻ മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ പിന്നെ ഈ പറയുന്ന അന്നത്തെ ഈ CK ജാനുവിന്റെ നേതൃത്വത്തിൽ നടന്നിട്ട് ഒരുപാട് സമരങ്ങൾ അതിന് മുമ്പുണ്ട്. മതികെട്ടാനുള്ള സമരത്തെക്കുറിച്ച് നിങ്ങൾ അവരോട് ചോദിച്ചു, അല്ല ആ ഒരു ഒത്തുതീർപ്പിനെ കുറിച്ച് ചോദിച്ചു. പക്ഷെ ആ സമയത്ത് ഒരിക്കലും ആന്റണിയുടെ ഗവൺമെന്റ്, ആന്റണിയുടെ പോലീസ് ഈ പറയുന്ന ആദിവാസികൾക്ക് നേരെ ഇങ്ങനെ ഒരു ബലപ്രയോഗം നടത്തുന്നുള്ളത് ഒരു വിശ്വാസം ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ അല്ല, ആരും പ്രതീക്ഷിച്ചില്ല. ആന്റണി വളരെ നല്ല സമീപനമായിരുന്നു. അത് കരാറ് തന്നെ അങ്ങനെ ആയിരുന്നല്ലോ. ആ വ്യവസ്ഥയൊന്നും പാലിക്കപ്പെട്ടില്ല. അതിനുശേഷം ആന്റണിയൊക്കെ ചെയ്തിട്ടുള്ള വലിയ, ആന്റണി മാത്രമല്ല ഇതിൽ ഒരുപാട് ഇപ്പൊ അതിനുശേഷം വന്നിട്ടുള്ള അന്നത്തെ വനം വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആളാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും വലിയ ഗൂഢാലോചന നടത്തിയെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ പല രീതിയിൽ. അന്ന് K. സുധാകരനാണ് പിന്നീട് വരുന്നത്. അതെ, പിന്നീട് വരുന്നില്ല, അദ്ദേഹമായിരുന്നു ഇതിൽ ഏറ്റവും വലിയ രീതിയിൽ ഈ സാധനത്തിനെതിരെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹമായിരുന്നു ഇതിന് മുൻകൈ എടുത്തത്. അതിനുശേഷം ലാഹ ഗോപാലനുമായി ഒപ്പുവെച്ച കരാറും പാലിക്കപ്പെട്ടില്ല. ഇപ്പോഴും മൂന്നാർ പ്രശ്നത്തെക്കുറിച്ച് ഒരു മനുഷ്യനും വേണ്ടില്ല. കേരളത്തിലെ രണ്ട് കാര്യങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് കാര്യങ്ങളിലാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു നിൽക്കുന്നത്. ഒന്ന്, എയ്ഡഡ് സ്കൂൾ കോളേജ് നിയമനം PUCക്ക് വിടാൻ ആരും തയ്യാറല്ല. ആര് പ്രശ്നം ഉന്നയിച്ചു കഴിഞ്ഞാലും ഈ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളൊന്നും മിണ്ടില്ല. രണ്ടാമത്തേത്, പാട്ടക്കാലാവധി കഴിഞ്ഞ എസ്റ്റേറ്റുകൾ, ടാറ്റ മുതൽ ഇങ്ങോട്ട് ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള എസ്റ്റേറ്റ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി തിരിച്ചെടുത്ത് ആദിവാസികൾക്കും ഭൂരഹിതർക്കും വിതരണം ചെയ്യണം എന്നുള്ളതായിരുന്നു ലാഹ ഗോപാലനുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറിലെ മുഖ്യവസ്ഥയിലൊന്ന്. അതിനെക്കുറിച്ചും ആരും ശബ്ദിക്കില്ല. എല്ലാവർക്കും ഭയങ്കര ഐക്യമാണ് ഇക്കാര്യത്തിൽ ഇപ്പോഴും. തീർച്ചയായും. അപ്പം ഓക്കെ സാർ, ഞാന് അപ്പോൾ എന്തായാലും ഇത് വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇതൊരു ഓരോ മനുഷ്യൻ്റെയും ആത്മകഥ ചരിത്രമാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ചരിത്ര സ്രഷ്ടാവിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ അതിന് പ്രാധാന്യം ഏറും. ഇനി വരുന്ന എത്രയോ തലമുറകൾക്ക് പ്രചോദനമാകേണ്ട, വെളിച്ചമാകേണ്ട അനുഭവ സാക്ഷ്യമാണ് CK ജാനുവിൻ്റെ അടിമമക്ക. അപ്പം നമ്മളിന്നത് ചർച്ച ചെയ്തു. CK ജാനു യാത്രക്കിടയിലാണെങ്കിലും ഇതിൽ പങ്കെടുത്തു, പുസ്തകത്തെ വിലയിരുത്തി. ജാനുവിൻ്റെ ജീവിതവുമായും മുത്തങ്ങ സമരവുമായും ഒക്കെ നേരിട്ട് ബന്ധമുള്ള MK രാംദാസ് ഇത് ഗംഭീരമായി പുസ്തകത്തെ വിലയിരുത്തി സംസാരിച്ചു. നമുക്ക് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം. രണ്ടുപേർക്കും ഇത് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.